ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ആയിരിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം വീണ്ടും സാവകാശം ഒരുക്കിയിരിക്കുമ്പോൾ ആ നല്ല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഇന്ന് രാത്രി നമ്മുടെ കൂടെ ഒരു ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവിക കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഇതിനകത്ത് കടന്നു വന്ന് നമ്മൾ വെറും കൈയോടെ മടങ്ങി പോകാതെ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് ഇടപെടേണ്ടതിനായി ദൈവസന്നിധിയിൽ ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാണ് ഈ ഓഡിറ്റോറിയത്തെയും പരിസരത്തെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണം ഉണ്ടാകേണ്ടതിനാൽ ദൈവനാമ മഹത്വമായി തീരേണ്ടതിനാൽ ദൈവിക കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല രാത്രിക്കായി ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വീണ്ടും അടുത്തു വരുവാൻ തക്ക വേണം ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാവകാശം കൂടെ ഒരുക്കി തന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങയുടെ സന്നിധി ഞങ്ങളായിരിക്കുന്നു. ഈ ദിവസത്തിന്റെ ആരംഭം മുതൽ നിമിഷം വരെയും ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അത്ഭുതമായി പരിപാലിച്ചല്ലോ. അങ്ങയുടെ ചിറകിനെ മറവി ഞങ്ങളെ മറച്ചുകൊണ്ട് ഈ രാത്രി അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവ് അവിടുന്ന് സഹായിക്കുമാറാകണമേ. കടന്നു വന്ന് ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, സൗരിമാരെ, സോരന്മാരെ, ദൈവദാസന്മാരെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ സഹായിക്കണമേ. വഴിയാത്രയിലായിരിക്കുന്ന ഒരു വേഗത്തിൽ എത്തിച്ചേരുവാനിടയാകണമേ. ആരെയും ശത്രുവാൻ തടയുവാൻ സമ്മതിക്കല്ല. എല്ലാവരും കടന്നു വന്ന് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകണമേ. പാട്ടുകൾ പാടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്വരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ നന്നായി ചെയ്യുവാൻ തക്കവണ്ണം വലിയവനായി ദൈവർക്ക് കൃപ കൊടുക്കണമേ. ഇന്ന് രാത്രി വചനം സൃഷ്ടിക്കുന്ന കർത്താവിന്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തേക്ക് തന്നെ അയച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രിയും ഹല്ലേലൂയ വലിയവനായി ദൈവം തന്നെ ഉപയോഗിക്കുമാറാകണമേ. ഇന്ന് രാത്രി ശുശ്രൂഷയിൽ ഹല്ലേലൂയ വലിയ വിടുതലുകളെ കാണുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിനിടയാക്കണമേ. അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ഓഡിറ്റോറിയത്തെ, ഇതിന്റെ പരിസരത്തെ അങ്ങയുടെ കരകളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുദ്രയിടുകയാണ്. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആരംഭിക്കുന്നു. തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കൃപയിൽ അവിടുന്ന് പൊതിയണമേ. പ്രാർത്ഥനയെ അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്നത് ഏറെ അനുഗ്രഹമായി തീരുവാൻ വളരെ പ്രാർത്ഥനയോടെ സ്തോത്രം ദൈവസന്നിധിയിലായിരിക്കാം. പാട്ടുകൾ പാടി ആരാധിക്കുവാൻ കൊയറിനെ ക്ഷണിച്ചോളൂ. അനുഗ്രഹിക്കട്ടെ. നല്ല രാത്രിക്കായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നാം നമ്മുടെ തലകളെ ഉയർത്തി നോക്കിയാൽ കാണുന്ന ആകാശം, അതിനെ അത്ര ഭയങ്കരമായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ സൃഷ്ടിയെ കാണുമ്പോൾ ആമേൻ, നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കാനിടയായി തീരും. സ്തോത്രം. നാം കാൽ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയെ ദൈവപ്രകാരം നിർത്തിയിരിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ചലിച്ചൊരു ദൈവത്തിൻ്റെ കരമുണ്ട്. സെക്രിയ പ്രവാചകൻ പറയുന്നു, ആകാശത്തെ വിരിച്ച ഭൂമിക്ക് അടിസ്ഥാനമിട്ട എൻ്റെ ദൈവത്തിൻ്റെ കരം. ഹല്ലേലൂയ. അതൊക്കെയും കാണുമ്പോൾ എപ്രകാരം നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കർത്താവിനെ, ആ നല്ല ദൈവത്തെ ഹല്ലേലൂയ നമുക്കും പാടി ഈ രാത്രിയിൽ ആരാധിക്കാം. സ്തോത്രം. യേശു രാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു, നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാല
നിന്ദയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻപാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. വൻപാപഭാരമെല്ലാം നിൻ കൃപയാൽ നീക്കിയല്ലോ. നിന്നിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. നിന്നിതനാമെന്റെ ശാപങ്ങൾ നീ നീക്കി നിൻ മകനാക്കിയല്ലോ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല. എന്നെ നടത്തുന്നു എന്നെന്നും കൂടുള്ളൂ നിൻ സ്നേഹമാകാതവേ. എന്നെ നടത്തുന്നു എന്നെന്നും കൂടുള്ളൂ നിൻ സ്നേഹമാകാതവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ദിവസങ്ങളിൽ എണീറ്റ് നിൽക്കാം. ഈ രാത്രിയിലും നാം ഒരുമിച്ച് പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. വൻതുമ്പ നേരത്തിലും നമ്മെ പിരിയാത്ത ഒരു നല്ല കർത്താവ്, എന്നെന്നും കൂടെയുള്ള ഒരു നല്ല കർത്താവ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നറിൽ ചെയ്ത കർത്താവ്. ആമേൻ. ആ കർത്താവിനെ ഈ രാത്രികാലം നമ്മുടെ സന്തോഷത്തോടെ നമ്മുടെ കരങ്ങളെല്ലാം ചേർത്തടിച്ച് നമ്മുടെ ആ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചേർത്തടിച്ച് ഈ രാത്രി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളില. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും, തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളില. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ, തിരുസൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ, തിരുസാന്നിധ്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തല്ല, ഞാൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തല്ല, ഞാൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടമുഖം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു, ദുഷ്ടമുഖം പുഷ്ടിയാൽ തകർന്നു പോകുന്നു. കൃപ 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 എന്നാർത്തു ചൊല്ലാമേ, പർവ്വതങ്ങൾ കാൽക്കീഴെ സമഭൂമിയാകുന്നു. കൃപ 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 എന്നാർത്തു ചൊല്ലാമേ, പർവ്വതങ്ങൾ കാൽക്കീഴെ സമഭൂമിയാകുന്നു. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ദീനസ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ദീനസ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ, തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ.
വേണമപ്പ ഈ മക്കൾക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. വന്ദിര പോലൊരു ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലി എല്ലാം മാറിടും. വന്ദിര പോലൊരു ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലി എല്ലാം മാറിടും. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തും യേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തും യേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. തൻ സ്വന്തം ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും. തൻ സ്വന്തം ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊൽവാൻ പോര വാക്കുകൾ. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊൽവാൻ പോര വാക്കുകൾ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തും യേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തും യേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. എൻ സ്വന്തം ബന്ധു മിത്രരേ വരും എന്നെ കൈവിട്ടാലും ഖേദമെന്തിനാ. എൻ സ്വന്തം ബന്ധു മിത്രരേ വരും എന്നെ കൈവിട്ടാലും ഖേദമെന്തിനാ. കൈവിടില്ലെന്ന് താൻ വാഗ്ദത്തമുള്ളതാൽ ആശ്രയിച്ചെന്നും ആശ്വസിക്കും ഞാൻ. കൈവിടില്ലെന്നു താൻ വാഗ്ദത്തമുള്ളതാൽ ആശ്രയിച്ചെന്നും ആശ്വസിക്കും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തും യേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തും യേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തും യേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തും യേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തും യേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തും യേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. രക്ഷകൻ വേറെയിൽ ഒഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ
വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഈ ഓഡിറ്റോറിയത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ രാത്രിയിൽ ചലിച്ചിറങ്ങട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാത്രി നമ്മുടെ മുന്നിൽ ചലിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി നമ്മുടെ നടുവിൽ വെളിപ്പെട്ടു വരുവാൻ ശക്തി രാത്രിയിലും വ്യാപരിക്കപ്പെടട്ടെ. അല്പസമയം ദൈവത്തെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയും ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് മേൽ വലിയ അനുഗ്രഹമായി തീരുവാൻ വലിയവനായ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടേണ്ടതിനായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഹല്ലേലൂയ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടുകൂടി ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കണം. കഴിഞ്ഞ രാത്രി നമ്മോട് സംസാരിച്ച ദൈവം നമ്മളോട് സംസാരിക്കേണ്ടതാണ്. ദൈവിക കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ മുമ്പോട്ട് കടന്നു വന്ന് ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതായിരിക്കും. എല്ലാവരും വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുമ്പോൾ നടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ ഭാഷ ഷാജി എം ജെയും അതിന് പിന്നാലെ ഷാജി ദാനിയേലും മുന്നോട്ട് കടന്നു വന്ന് ഈ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിവേളയ്ക്കായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ കൂട്ടായ്മകൾക്ക് ഈ ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിരുന്നു ഈ രാജ്യത്തും ദൈവവചനത്തിൻ്റെ ശക്തിയോടുകൂടി ഈ രാജ്യത്തിന് നടുവിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങൾ ഒരുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവസാന്നിധ്യത്തിൻ്റെ ചിറകിൻ്റെ മറവിലായിരുന്നു കൊണ്ട് കർത്താവെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ശക്തനായ അഭിഷിക്തനെ ഞങ്ങളുടെ നടുവിലേക്ക് അയച്ച് ഈ ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി അനേകമായിരങ്ങൾ വിടുതന ഉദ്ധാരണത്തിനും ദൈവിക മാനസാന്തൻ രക്ഷയ്ക്കും വേണ്ടി ഉതകുന്ന ആഴമേറിയ ദൈവവചനത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുവാൻ ഈ ദിവസങ്ങൾ ദൈവത്തിന് പ്രസാദം തോന്നിയത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലെ യോഗങ്ങൾ ശുശ്രൂഷകൾ ആയുസ്സിൽ ഒരിക്കലും വൃഥാവല്ല. അത് ഏറ്റവും അനുഗ്രഹമായി തീർന്നെന്ന് പറയത്തക്ക അളവിൽ ഈ രാജ്യത്തിലുടനീളം അവിടുത്തെ അഭിഷക്തന്മാർക്കും ദൈവജനത്തിനും കുടുംബങ്ങൾക്കും കൂട്ടായ്മകൾക്കും ദൈവജനത്തിൻ്റെ തലമുറകൾക്കും സ്വർഗം ഇടവരുത്തേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി തികഞ്ഞ ദൈവ സാന്നിധ്യം നിറഞ്ഞ ദൈവകൃപ ശബ്ദം വെളിച്ചം ഈ സാന്നിധ്യം എല്ലാം അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ വഹിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിൻ്റെ നാവോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. हालेलुया हालेलुया। हमारे सर्वशक्तिमान पिता, इस सुंदर समय के लिए हम लोग धन्यवाद करते पिता। इस रात समय परमेश्वर हम लोग एक साथ मिलकर परमेश्वर की वचन गीतों में आराधना करने के लिए परमेश्वर दिए हुए अवसर के लिए हम लोग धन्यवाद करते पिता। हमारे आंखों को आंसुओं से, हमारे पाँव को ठोकर खाने से, हमारे प्राणों को मृत्यु से बचाया हुआ उस परमेश्वर को हम लोग धन्यवाद करते पिता। इस रात में परमेश्वर की वचन हम लोग घोषित सुनने जा रहे पिता। परमेश्वर की आशीष हमारे बीच में प्रकट होने पाए, आराधने की महत्व हमारे बीच में प्रकट हुआ प्रभु जी। आमीन। तेरे दास पास्टर प्रिंस थॉमस के लिए हम लोग प्रार्थना करते पिता। तेरे दास को परमेश्वर इस राज्य में आए प्रभु जी, हम लोग एक साथ मिलकर आराधना करने के लिए, आमीन, परमेश्वर की वचन सुनने के लिए दिए हुए अवसर के लिए हम लोग धन्यवाद करते पिता। हर समय हम लोग अपने टीवी खोलते समय तेरे दास को हम लोग देखते पिता, अनेक लोगों को आश्वासन दिया हुआ परमेश्वर के दास है प्रभु जी। इस राज्य में आकर हमारे जीवन में एक परिवर्तन प्राप्त होने के लिए परमेश्वर हम लोग तेरे से प्रार्थना करते पिता। पाप की बोध प्रकट होने पाए, मन की परिवर्तन होने पाए, आमीन, बपतिस्मा अनेक लोग लेने पाए। इन दिनों प्रभु यीशु मसीह की महत्व आज हमारे बीच में प्रकट होने के लिए परमेश्वर हम लोग तेरे से प्रार्थना करते पिता। जैसे इस थीम वैसे हम लोग परमेश्वर की ओर
दर्शित करने के लिए हमें सहायता करने पाए आए हुए सभी लोग, माता पिता बच्चे, परमेश्वर के दास, इस हॉल को यीशु नासी की महिमा प्रकट होने पाए, वचन हमसे बातचीत करने पाए, वचन की परिवर्तन हमारे दिलों के अंदर प्रकट होने के लिए परमेश्वर वो तेरे से प्रार्थना करते पिता, आशीष और अनुग्रह होने पाए। सब कुछ यीशु मसीह के नाम से सुनो, ग्रहण कर, आमीन। പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വളരെ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കർത്താവിൻ്റെ സന്നിധിയിൽ രണ്ടാം ദിന രാത്രിയിൽ അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കി. ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു തന്നതുകൊണ്ട് ഒരു രാത്രിയൂടെ കാണുവാനും ദൈവസന്നിധിയിലായിരിക്കുവാനും സർവശക്തനായ ദൈവം നമ്മെ ബലപ്പെടുത്തുമ്പോൾ സകല മഹത്വവും നമ്മുടെ ദൈവത്തിനാകയാൽ ദൈവിക കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാരെ സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസനിൽ നിന്ന് ദൈവജന ശുശ്രൂഷ കേൾക്കുവാൻ വളരെ താല്പര്യത്തോടുകൂടി ആയിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനെ കഴിഞ്ഞ രാത്രി പരിചയപ്പെടുത്തി, വീണ്ടും ഒന്നുകൂടെ പരിചയപ്പെടുത്തി, സമയത്തെ കളയുന്നില്ല. കല്ലില്ല. കർത്താവിൻ്റെ ദാസനും നമ്മളും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കുമ്പോൾ കരങ്ങളടിച്ച് കർത്താവിൻ്റെ ദാസനെ സ്വീകരിക്കാം. പാസ്റ്റർ പ്രിൻസ് തോമസിനെ അവിടുത്തെ പുത്രനാം യേശു മുഖാന്തരം ഞങ്ങൾ പിതാവിൻ്റെ സന്ധിയിൽ അടുത്ത് വരുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നിരകളിൽ രണ്ടാമത് രാത്രിയിൽ ഈ ദേശത്ത് ഇങ്ങനെ ഒരു യോഗം നടക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. എല്ലാ ദൈവത്തിൻ്റെ കരുതലുകൾക്കായും സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു, അവരുടെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാം ഓർക്കുന്നു. കർത്താവെ, തിരക്കുകളുടെ ഇടയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുവാൻ ദൈവം അവർക്ക് കൊടുത്ത എല്ലാ നല്ല മനസ്സിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും ഞങ്ങൾ ദൈവത്തിൻ്റെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവേ, തിരുവചനം ചിന്തിക്കുവാനും കർത്താവെ അത് പങ്കുവയ്ക്കുവാനും ഒക്കെ തരുന്ന അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പുണ്യമായ നിയോഗങ്ങളാണല്ലോ. അത് ദൈവം തരുന്ന ഏറ്റവും വലിയ അവസരമാണല്ലോ. ആ പദവിക്കായി, ഭാഗ്യത്തിനായി സ്തോത്രം. ദൈവമായ കർത്താവെ, ഏഴകളും ബലഹീനമായ എളിയവരെയൊക്കെ അവിടുന്ന് തിരഞ്ഞെടുത്ത് അങ്ങയുടെ വയലിലാക്കിയത് അങ്ങയുടെ മഹാദേവിയാണല്ലോ. അതെല്ലാം ഓർത്ത് ഞങ്ങളെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അവിടുത്തെ കൃപകൾക്കായും അവിടുത്തെ കരുണയ്ക്കായും നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ആയിരിക്കുവാനിടയാക്കണമേ. ഈ പരിസരങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയെ ഞങ്ങളെ കാക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വ്യക്തിപരമായ എല്ലാവർക്കും വന്ദനം ചെയ്യുന്നു. ദൈവദാസന്മാരെ പ്രത്യേകമായിട്ട് വന്ദനം ചെയ്യുന്നു. എനിക്ക് പ്രിയരായ എൻ്റെ സഹോദരങ്ങളോടുണ്ട്, ബിനു, സീസാമോള്, അങ്ങനെ നിരവധി പേരെ ഞാനിവിടെ കാണുന്നു. ഓരോരുത്തരെയും ഞാൻ വ്യക്തിപരമായിട്ട് വന്ദനം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. യോഹന്നാൻ്റെ എഴുതിയ സുവിശേഷമാണ് നാം ചിന്തിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ രാത്രി 1-2 അധ്യായങ്ങളുടെ അല്പമായിട്ട് ചിന്തിക്കുവാൻ കർത്താവ് സഹായിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാമത്തെ സുവിശേഷമാണ്. സമവീക്ഷണ സുവിശേഷങ്ങളാണ് മത്തായി, മർക്കോസും ലൂക്കോസും. യോഹന്നാൻ അല്പം വ്യത്യസ്തമായിട്ട് നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് എഴുതപ്പെട്ട സുവിശേഷം എന്ന നിലയിൽ മറ്റു പലരും എഴുതിയത് വിട്ടുകളഞ്ഞിട്ടുണ്ട്, മറ്റു പലരും എഴുതാത്തതെല്ലാം ചേർത്തിട്ടുണ്ട്. അങ്ങനെ തൻ്റെ ആ കാലത്തിന് ആ വായനക്കാർക്ക് കുറച്ചുകൂടെ ഹൃദ്യമായ ഭാഷയിൽ യോഹന്നാൻ എഴുതുകയാണ്. 1-ാം അധ്യായത്തിൽ നാം കണ്ടു, ക്രിസ്തുവിൻ്റെ പൂർവാസ്തിക്യം മുതലാണ് അവിടുന്ന് തുടങ്ങുക. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉളവായതെല്ലാം അവിടുന്ന് മുഖാന്തരമാണ് ഉളവായതെല്ലാം അവിടുന്ന് മുഖാന്തരം ഉണ്ടായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് അധികാരങ്ങൾ. അതാണ് നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ച ഒന്നാമത്തെ കാര്യം. ദൈവം കൊടുത്ത ഒരു പുതിയ ദൈവികമായ വെളിപ്പാടാണ് പുത്രനെ കൈക്കൊള്ളുക. ജഡാവതാരമെടുത്ത ക്രിസ്തുവിനെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുക. ഒരു പുതിയ ദൈവിക വെളിപ്പാട് അവിടെ കാണുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം നാൾ ഗലീലയിലെ കാനാവിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ യേശുവിനെ ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നുവെന്ന് കാണുകയാണ്. എന്നിട്ട് അവിടെ വീഞ്ഞ് തീർന്നുപോയി, കണക്കുകളെല്ലാം തെറ്റിപ്പോയൊരു കുടുംബത്തെ അവിടെ കാണുകയാണ്. അവിടേക്ക് കർത്താവ്
എഴുന്നള്ളി വരികയാണ്. അവരവനെ ക്ഷണിച്ചിരുന്നു. പക്ഷേ അവിടെ തീർന്നു പോയെന്ന് അമ്മ കർത്താവിനോട് പറയുക. ഒറ്റ വാക്കുകൊണ്ടൊക്കെ കർത്താവ് ആരും അറിയാതെ പ്രശ്നം പരിഹരിക്കുക. കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി നാട്ടുകാർ അറിയാതെ കുറവുകൾ പുറത്തറിയുക. ഈ ക്രിസ്തു ഒരിക്കലും ഒരു മനുഷ്യനെയും അപമാനിക്കാൻ വിട്ടുകൊടുക്കത്തില്ല. പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ചരിത്രം യോഹന്നാനിലുണ്ട്, നമ്മളവിടേക്ക് വരുന്നുണ്ട്. ഞാനതിങ്ങനെ ചിന്തിക്കാറുണ്ട്. ആ സ്ത്രീയെ ഇങ്ങനെ കല്ലെറിയാൻ വേണ്ടിയൊക്കെ വന്നപ്പം അവളെ ഇങ്ങനെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് കർത്താവ് മുമ്പോട്ട് കയറി നിൽക്കുന്നുണ്ട്. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ഈ പാപം ചെയ്യാത്തൊരു ഇവരെ കല്ലെറിയട്ടെ. ഒരു മനുഷ്യനെയും പരസ്യമായി അപമാനിക്കപ്പെടാൻ കർത്താവിന് ഒരിക്കലും ഇഷ്ടമില്ല. എന്നിട്ട് കർത്താവ് കുനിയുന്നുണ്ട്. കുനിഞ്ഞ് നിലത്തിരുന്ന് എന്ത് ചെയ്യുക? എഴുതുകയാണ്. ഒരു പക്ഷേ ആ കുട്ടിയും കുനിഞ്ഞ് നിൽക്കുകയായിരിക്കും, ആ പെൺകുട്ടിയും കുനിഞ്ഞ് നിൽക്കുക. ഒരു സ്ത്രീയാണ് പിടിക്കപ്പെട്ടത്. ബൈ ദ വേ, ഏതായാലും രണ്ടുപേരുടെ ഉഭയസമ്മതത്തോടെ ചെയ്യപ്പെടേണ്ട ഒരു കർമ്മത്തിൽ അവൾ മാത്രമാണ് പിടിക്കപ്പെട്ടത്. ഞാൻ അന്ന് മുതൽ തപ്പിക്കൊണ്ടിരിക്കുക അവൻ എന്ത് ചെയ്യണം. കിട്ടിയാൽ എനിക്ക് 2 എണ്ണം കൊടുക്കണം. കാരണം ആ കൂട്ടത്തിൽ അവനും കാണും, എറിയാൻ നിൽക്കുന്ന കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ അവനും കാണും. സകല പുരുഷന്മാരുടെയും പ്രതിനിധിയായിട്ടൊക്കെ നിൽക്കുക അവനും കാണും. എറിയട 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണത്തില്ലേ? കാണാൻ വഴിയുണ്ട്. ആ കൂട്ടത്തിൽ അവനും കാണാൻ വഴിയുണ്ട്. ഞാനത് പറയുമ്പോൾ സാധാരണ ഓർക്കുന്നൊരു കാര്യമുണ്ട്. പ്രശസ്ത സുവിശേഷകനായിരുന്ന ആശാരി ഉദ്ദേശി, അദ്ദേഹം ടിപ്പിക്കലായിട്ടൊരു മനുഷ്യനായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ഒരു വളരെ അടുത്ത സഹാരിയായിരുന്നു. അപ്പോൾ അദ്ദേഹം സാധാരണ കൺവെൻഷനൊക്കെ നടക്കുമ്പം ഏറ്റവും ഒടുവിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പുള്ളി എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പറയും, അടി കിട്ടുമെന്ന് ഉറപ്പായ ഒരു സാഹചര്യത്തിൽ പുള്ളി ചെയ്തൊരു കാര്യമുണ്ട്. അവസാനത്തെ ദിവസം എല്ലാവരും പറഞ്ഞ് എഴുന്നേറ്റിന്നെ കണ്ണടച്ച് ആരാധിച്ച് എന്നൊക്കെ പറഞ്ഞ് കൈ ഉയർത്തിക്കെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എടുത്ത് ഒറ്റച്ചാട്ടം സ്റ്റേജിൻ്റെ അടിയില്ല. രൂപായും ഒരു മുണ്ടും ഒരു കൈലിയും എടുത്തൊരു ബനിനും എടുത്ത് തലക്കെട്ടും കെട്ടി പുള്ളി ഇതിനിടയ്ക്കൂടെ അടിക്കാൻ നിൽക്കുന്നവരിടയ്ക്കൂടെ വന്നു. ആരുടെ ആശാരി അടിക്കട ഇവിടെ ആണുങ്ങളില്ലട ഇവനെ അടിക്കാൻ. പുള്ളി അതിനിടയ്ക്കൂടെ അങ്ങ് പോയി. എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യനവിടെയൊക്കെ കാണാം. ആരാ? ഈ പെൺകുട്ടിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പുരുഷനും. പക്ഷെ അവിടെ ഒരു മനുഷ്യനെയും അപമാനിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ലെന്നുള്ളത് പത്രോസ് കർത്താവിനെ തള്ളി പറയുന്നുണ്ട്. എന്നിട്ടും തിബിരിയാസിൻ്റെ കടൽക്കര വെച്ച് കർത്താവ് അവനോടൊന്നും ചോദിക്കുന്നില്ല. ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, നീ ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുള്ളൂ. എന്നിട്ടും ഉദ്ധിതന് ആദ്യം കണ്ടു എന്ന് പറയാൻ സാക്ഷ്യപ്പെടുത്തിയതാരാ? പത്രോസിനെ കർത്താവ് ഒരിക്കലും അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മളെല്ലാവരും ഒരു തെറ്റ് വന്നാൽ പിന്നെയും അത് പറയുന്നവരാണ്, മരണം വരെ അത് പറയുന്നവരാണ്. പക്ഷേ ഒരു തെറ്റും ഓർമ്മിപ്പിക്കപ്പെടാനോ ഒരു മനുഷ്യനെ പൊതുവിൽ അപമാനിക്കപ്പെടരുന്ന നിർബന്ധബുദ്ധിയുള്ള ഒരു ഗുരുവുണ്ട്. ആ ഗുരുവിൻ്റെ പേരാണ് ക്രിസ്തു. ഒരിക്കലും ഒരു മനുഷ്യനും, അപ്പോൾ ക്രിസ്തുവിൻ്റെ അനുയായികൾക്കും ചെയ്യാനൊക്കുന്ന വലിയൊരു കാര്യമുണ്ട്, ഒരുവനെ അപമാനിക്കാതിരിക്കുക. ആരും എങ്ങും അപമാനിക്കപ്പെടാതിരിക്കുമ്പോൾ അവർ ക്രിസ്തുപക്ഷത്ത്. അത് ഏറ്റവും ഒരു കഴിവ് കുറഞ്ഞ കുഞ്ഞ് വീട്ടിൽ അപമാനിക്കപ്പെടുന്നത് മുതൽ തെറ്റുകൾ ചെയ്ത വ്യക്തികൾ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്ന വീടുകളിലാണ്. അവരുടെ തോൽവികൾ എന്നും ഓർക്കും. മിടുക്കിയായിരുന്നു കൊച്ച്, മൂത്തതാ ഭയങ്കര മിടുക്കിയ. അവൾ എന്ത് ചോദിച്ചാലും അപ്പം മേടിച്ചു കൊടുക്കും. ഇളയവന് മാർക്കില്ല, ഉടുപ്പ് വേണം, മാർക്ക്. ഫോൺ വേണം, മാർക്ക്. അവനെന്തോ ചോദിച്ചാലും നമ്മളെന്തോ പറയും? മാർക്ക്. അപ്പം വീട്ടിലാണെങ്കിൽ പോലും ഒരു വ്യക്തി അപമാനിക്കപ്പെടരുതെന്നുള്ളതാണ്. ക്രിസ്തുപക്ഷത്തുള്ളവരൊരിക്കലും മറ്റൊരു വ്യക്തിയുടെ കുറവുകൾ പുറത്ത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടവർ. അവരാണ് എന്നും ക്രിസ്തുപക്ഷത്തുള്ള ഒരു വ്യക്തിയും ഒരാളുടെ കുറവും പുറത്തറിയരുന്ന നിർബന്ധമുള്ളവരായിരിക്കണം. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുകയാണ്, അവിടെ അപമാനം, ആ വീടൊക്കെ അപമാനിക്കപ്പെടാൻ സകല സാധ്യതയുണ്ട്. പക്ഷേ ആ വീട് അപമാനിക്കപ്പെടരുന്ന ആരെക്കാട്ടിലും കൂടുതൽ നിർബന്ധം ആർക്കാ? കർത്താവിനാണ്. വിരുന്ന് വഴി പറയുന്നുണ്ട്, ഇത് എവിടെ നിന്നാണെന്ന് ആരും അറിയുന്നില്ല. പിന്നെ പറയുക, മേത്തരമായ വീഞ്ഞ് എല്ലാവരും ആദ്യം കൊടുക്കും, ഏറ്റവും ഒടുവിൽ എന്ത് കൊടുക്കും? എളുപ്പമായത് കൊടുക്കും. അതാണ് സാധാരണ നടക്കുക. ആദ്യമൊക്കെ ഏറ്റവും നല്ലതൊക്കെ കൊടുക്കും, പിന്നെ ഏറ്റവും ഒടുവിലും മോശമായിട്ടൊക്കെ വരും. വീടുകളിലും അതൊക്കെയാണ് സംഭവിക്കുക പലപ്പോഴും. ഈ പ്രേമിച്ച് കെട്ടിപ്പോകുന്നവരൊക്കെ ആദ്യം എന്തൊരു ബഹളമായിരിക്കും. ഇവരുടെ പോക്കും വരവും ഒക്കെ കാണുമ്പം നമ്മളോർക്കും, ഇത് എന്തുവാ ഇത്, ഇങ്ങനെ പബ്ലിക് റൊമാൻസൊക്കെ പാടുണ്ടോ? പക്ഷേ കുറച്ച് കഴിയുമ്പം കാണാൻ രണ്ടും രണ്ടായിട്ട് നടക്കുന്നത്. പക്ഷേ ഈ കർത്താവ് ഒരുക്കുന്ന വിവാഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അവർ പിന്നെ വയസ്സൊക്കെ ആകുമ്പം പാടുന്നൊരു പാട്ടുണ്ട്, മക്കളെ, ആദിയെങ്കിൽ കൈപ്പാകിലും
അന്തിമവും മധുരമായിരിക്കും. ആദിയെങ്കിൽ കയ്പാകിലും അന്തിമവും മധുരമത്രേ. പരപരമേശ വരമരുളീശ നീ അത്രേ എൻ രക്ഷാസ്ഥാനം. മറ്റേത് ആദ്യം ഭയങ്കര മധുരിക്കും, പക്ഷെ ഒടുവിൽ എന്താകും? കയ്പാവും. മദ്യമൊക്കെ അതുപോലെ. അതുകൊണ്ടാണ് ആദിയിൽ അത് മധുരിക്കും, പിന്നെ ഒടുവിൽ അത് സർപ്പം പോലെ കൊത്തും. ലോകവും പാപവും എല്ലാം അതുപോലെയാണ്. ആദ്യം മധുരിക്കും, പിന്നെ കഴിക്കും. പക്ഷേ ക്രിസ്തീയ ജീവിതം ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും കർത്താവിനോടുള്ള നടപ്പത്തിൽ അവർ പിന്നെ പാടും, അതീങ്കൽ കയ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദീങ്കൽ കയ്പാകിലും പരപരമേശ വരമരുളീശ നീ അത്രേ എൻ രക്ഷാസ്ഥാനം. ആമേൻ. പരപരമേശ വരമരുളീശ നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം പരപരമേശ പരമരുളീശ നീ അത്രേയൻ. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും പിന്നെ ദുഃഖം അതിങ്കൽ കയ്പാകിലും ആദിങ്കൽ കയ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ അപ്പം ലോകത്തിൻ്റെ പലതും ആദിയിൽ മധുരിക്കും, പിന്നത്തേതിലത് കയ്പാകും. പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഒടുവ് വരെയും ആ സന്തോഷം നിലനിൽക്കുവാൻ, ആനന്ദം നിലനിൽക്കും. വീഞ്ഞെന്ന് പറയുന്ന ആനന്ദത്തെയും സമൃദ്ധിയും സന്തോഷത്തെയും ഒക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ സന്തോഷം നിലനിൽക്കുന്ന ഒരു അനുഗ്രഹമാക്കി കർത്താവ് മാറ്റുക. 2-ാം അധ്യായത്തിൽ ഒരു പുതിയ വീഞ്ഞിനെ കുറിച്ച് കാണുക. 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത് അധ്യായം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിലാണ് കർത്താവിൻ്റെ അടുക്കൽ വന്നത്. രാത്രി വരാനായിട്ടുള്ള കാരണം കാണും, രഹസ്യ ശിഷ്യനാണ്. പലപ്പോഴും പരസ്യമായിട്ടൊക്കെ കർത്താവിൻ്റെ അടുക്കൽ വരാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരുണ്ട്. അവൻ രഹസ്യ ശിഷ്യനാണ്. അവനോട് വന്നിട്ട് കർത്താവിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ 3-ാമത്തെ വാക്യം യോഹന്നാൻ 3:3 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എല്ലാവരും ചേർന്നൊന്ന് പറയാമോ? യേശു കർത്താവ് അവനോട് പറഞ്ഞു, ആമേൻ ആമേൻ. ഒന്നുകൂടെ പറഞ്ഞേ. യേശു അവനോട് ആമേൻ ആമേൻ. ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെ പുതുതായിട്ട് ജനിക്കുക? ഞാൻ അമ്മയുടെ വയറ്റിൽ കിടന്ന് വീണ്ടും ജനിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം കർത്താവ് വീണ്ടും പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും. ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമാകും, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. അപ്പോൾ 3-ാം അധ്യായത്തിൽ കർത്താവ് ഒരു പുതിയ ജന്മത്തെക്കുറിച്ച് പറയുക. 1-ാം അധ്യായത്തിൽ ഒരു പുതിയ ദൈവിക വെളിപ്പാടാണ്. 2-ാം അധ്യായത്തിൽ പുതിയ വീഞ്ഞാണ്. 3-ാം അധ്യായത്തിൽ കർത്താവ് പുതുവീഞ്ഞ് കൊടുത്തത് കൊണ്ട് തീർന്നില്ല. എന്തുണ്ടാകണം? പുതിയ ജനനം ഉണ്ടാകണം, പുതുജനനം. എല്ലാ മനുഷ്യരെയും കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് പുതുജനനമാണ്. ബോൺ അഗെയിൻ is truly I say to you, unless one is born again he cannot see the kingdom of God. Unless one is born again he cannot see the kingdom of God. വ്യക്തിപരമായി എല്ലാ മനുഷ്യരും പാപത്തിലാണ് ജനിച്ചത്. ഏകലംഘനത്താൽ, റോമർ 5:12 വായിക്കുന്നു, ഏകലംഘനത്താൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. പാപിയായി മാറിയത് ആദ്യ മനുഷ്യൻ്റെ പാപത്തിലൂടെയാണ്. വേദവസ്തം വിശദമായിട്ടത് പഠിപ്പിക്കുന്നു. പാപമില്ലാത്ത അവസ്ഥയിൽ ജനിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തോടൊപ്പം നടക്കപ്പെടാൻ വേണ്ടി ജനിച്ച മനുഷ്യന് കർത്താവ് കൊടുത്തിരുന്ന ഏറ്റവും വലിയൊരു കഴിവും കൃപയുമായിരുന്നു ഫ്രീ വിൽ എന്ന് പറയുക. അവന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഫ്രീഡം ടു ചൂസ്. തിരഞ്ഞെടുക്കാൻ എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരും പറഞ്ഞേ, തിരഞ്ഞെടുക്കാൻ എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഫ്രീഡം ഈസ് ഓൾ അബൌട്ട് റെസ്പോൺസിബിലിറ്റി. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ഫ്രീഡത്തെ റെസ്പോൺസിബിൾ അല്ലാതെ ഹാൻഡിൽ ചെയ്താൽ അത് അതിലും വലിയ അപകടമായിട്ട് മാറും. അതൊക്കെയാണ് പലപ്പോഴും സ്വതന്ത്ര രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചിരിക്കുക.
ഇവിടെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തവർ, ആ ദുർവിനിയോഗം ചെയ്ത വഴി മനുഷ്യരിലേക്ക് പാപം കടന്നു വന്നു. പാപം കടന്നു വരാൻ കാര്യമുണ്ട്. പിശാച് വന്നിട്ട് പറഞ്ഞു, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ആരെപ്പോലാകും? ദൈവത്തെ പോലെ. ലോകത്തെ ഏറ്റവും കൂടുതൽ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് സാത്താൻ. സാത്താൻ ഒരു കള്ളം അവിടെ മുമ്പിൽ അവതരിപ്പിച്ചു. ദൈവം പറഞ്ഞത് വിശ്വസിക്കാൻ അവർ കഴിഞ്ഞില്ല, പക്ഷേ ആര് പറഞ്ഞത് വിശ്വസിച്ചു? സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചു. പലപ്പോഴും നമ്മളും അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. കർത്താവിൻ്റെ വചനമോ കർത്താവോ പറയുന്നത് വിശ്വസിക്കാൻ നമുക്ക് പാടാണ്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ആര് പറഞ്ഞത് വിശ്വസിക്കും? ദൈവം പറഞ്ഞ് വിശ്വസിക്കും. കർത്താവ് പറഞ്ഞു, എൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. ഡോക്ടർ പറഞ്ഞു 2 ആഴ്ച കൊണ്ട് മരിച്ചു. ഏതായിരിക്കും വിശ്വസിക്കുക? പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന എല്ലാം ആര് പറയുന്ന? ഡോക്ടർ പറയുന്നു. ഡോക്ടർ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, ഡോക്ടർ പറയുന്നത് ഫാക്റ്റാണ്. പക്ഷേ വേദോസം പറയുന്നു, യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ, യു ആർ ഫ്രീ ഇൻഡീഡ്. സത്യം അറിയുകയും സത്യം നിങ്ങളെ എന്താക്കും? സത്യം എന്താണ്? അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അപ്പോൾ സത്യം അറിയണം, സത്യം മനസ്സിലാക്കണം. ഇവിടെ അവർ സാത്താൻ്റെ വഞ്ചനയിൽ പെട്ടുപോയപ്പോൾ മനുഷ്യൻ പാപികളായിട്ട് മാറി. അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ പ്രശ്നം ഇന്നും അതാണ്, പാപമാണ്. നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, മനുഷ്യൻ്റെ പ്രശ്നം എന്താണ്? ദാരിദ്ര്യമാണെന്ന് പറയും. ദാരിദ്ര്യം ഉണ്ടാകാൻ കാര്യം എന്താ? കുറച്ച് പേരുടെ മാത്രം സ്വാർത്ഥത, പങ്കുവയ്ക്കപ്പെടാൻ കഴിയാത്ത കൂട്ടിവെപ്പലുകളിലൂടെ കോർപ്പറേറ്റുകൾ അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി മറ്റ് പലതും സമൂഹത്തെ ദ്രോഹിക്കുമ്പോൾ മനുഷ്യൻ്റെ സമൂഹത്തിൽ റിസഷൻ ഉണ്ടാകും, അവിടെ ദാരിദ്ര്യം ഉണ്ടാകും. അപ്പം ദാരിദ്ര്യം കുറച്ച് പേരുടെ മാത്രം പണക്കാരനാകാനുള്ള വ്യഗ്രതയിലാണ് ദാരിദ്ര്യം ഉണ്ടാകുക. അപ്പോൾ ദാരിദ്ര്യം പാപമായതുകൊണ്ട് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം കുറച്ച് പേരുടെ സ്വാർത്ഥതയാണ് പലപ്പോഴും പലതിലും ദാരിദ്ര്യം ഉണ്ടാക്കുക. ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ഉണ്ടാക്കും. ചില സാധനങ്ങൾക്ക് ക്ഷാമം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പൂഴ്ത്തി വെക്കും. വലിയ കോർപ്പറേറ്റുകൾ അത് മേടിച്ച് പൂഴ്ത്തി വെക്കും. അപ്പോൾ വിപണി ക്ഷാമം ഉണ്ടാകും. ക്ഷാമം ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂട്ടുമ്പോൾ എന്ത് കൂട്ടും? പ്രൈസ് കൂട്ടും. സിമ്പിൾ എക്കണോമിക്സാണ്. ഡിമാൻഡ് കൂട്ടുമ്പം പ്രൈസ് കൂട്ടും. പ്രൈസ് കൂടുമ്പം റിസഷൻ ഉണ്ടാകും, ക്ഷാമം ഉണ്ടാകും. അപ്പോൾ മനുഷ്യന് കുറച്ച് പേർക്ക് പണക്കാരാകാൻ വേണ്ടിയാണ് പലപ്പോഴും ദാരിദ്ര്യം ഉണ്ടാകുക, ക്ഷാമം ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർത്തോണേ, വേദോസം കൃത്യമായിട്ട് പറയുന്നു, എല്ലാത്തിൻ്റെ പിന്നിലെ അപകടം പാപമാണ്. പാപം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പാപത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ് പാപപ്രവൃത്തികൾ. ദുർനടപ്പോ വ്യഭിചാരമോ മദ്യപാനമോ എല്ലാം പാപത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ്. പാപം ഒരവസ്ഥയാണ്. ആ അവസ്ഥ ഉണ്ടാകാൻ കാര്യം ആദ്യ മനുഷ്യൻ്റെ പാപത്തിലൂടെയാണ്. ഇന്നെല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി ആരാണ്? പാപികളാണ്. നമ്മളെല്ലാവരും. പിന്നെ ഏതിന് വളമിടുന്നോ അത് വളരുമെന്ന് മാത്രം. ഏതിനാണോ വളമിടുന്നത് അത് മാത്രം വളരും. പിള്ളേർക്ക് മനസ്സിലാകാനൊരു കഥ പറയാൻ ഇഷ്ടമാണോ? അപ്പോൾ ഒരു ഗ്രാമത്തിൽ, ഒരു കൊച്ചു വില്ലേജിൽ ഒരു മജീഷ്യൻ വന്നു. മജീഷ്യനെ കണ്ടിട്ടുണ്ടോ? തൊപ്പിയൊക്കെ വെച്ചിട്ട് മജീഷ്യൻ്റെ കയ്യിൽ 2 പട്ടിയുണ്ട്. ഒന്ന് വെളുത്ത പട്ടി, മറ്റൊന്ന് കറുത്ത പട്ടി. വെളുത്ത പട്ടിയും കറുത്ത പട്ടിയും കൊണ്ടുവന്നിട്ട് പുള്ളി അവിടുത്തെ നാട്ടുകാർക്ക് ഓപ്ഷൻ കൊടുത്തു, ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും, ആര് ജയിക്കുമെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു കറുത്ത പട്ടി ജയിക്കുമെന്ന് പറഞ്ഞു. അതിനാണ് കുറച്ചുകൂടെ നല്ല തടിമിടുക്കൊക്കെ. അപ്പോൾ ഇയാൾ പറഞ്ഞു, അല്ല നോക്കിക്കോ, വെളുത്ത പട്ടി ജയിക്കുമെന്ന് പറഞ്ഞു. അന്ന് വെളുത്ത പട്ടി ജയിച്ചു, നാട്ടുകാർ തോറ്റു. അടുത്ത ദിവസം വന്നപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് ഏത് പട്ടി ജയിക്കും? വെളുത്ത പട്ടി ജയിക്കും. പക്ഷെ പുള്ളി പറഞ്ഞു, അല്ല കറുത്ത പട്ടി ജയിക്കുമെന്ന് പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞു, അല്ല ഇന്നലെ കണ്ടതാ, വെളുത്ത പട്ടി ജയിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ഏത് ജയിച്ചു? കറുത്ത പട്ടി ജയിച്ചു. അടുത്ത ദിവസം പുള്ളി വന്നു, ഏത് ജയിക്കും? പന്തായം വെക്കാം. ആദ്യം ബെറ്റെല്ലാം വെച്ചു. ഏത് ജയിക്കും? അവർ പറഞ്ഞു കറുത്ത പട്ടി ജയിക്കും, ഇന്നലെ കണ്ടതാ. പുള്ളി പറഞ്ഞു, അല്ല വെളുത്ത പട്ടി ജയിക്കും. അപ്പം പുള്ളി പറയുന്ന ജയിക്കും, നാട്ടുകാർ പറയും തോക്കും. അപ്പോൾ ഒരു കൊച്ചനൊരു കുസൃത തോന്നി. അവൻ രാത്രി പോയിട്ട് ഈ മജീഷ്യൻ കിടക്കുന്ന ടെൻറ്റിൻ്റെ അവിടെ പാത്തിരുന്ന് നോക്കി എന്ത് സംഭവിക്കും. അയാൾ എന്നിട്ട് ചീട്ടിട്ട് നോക്കും, നാളെ ഏത് ജയിക്കണമെന്ന്. ആ ജയിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് ഫുഡ് കൊടുക്കും, തോക്കണമെന്ന് തീരുമാനിക്കുന്നതിന് എന്ത് കൊടുക്കത്തില്ല? ഫുഡ് കൊടുക്കത്തില്ല. ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ അകത്തിരിക്കുന്ന ഒരു സാധനമുണ്ട്. അകത്തെ മനുഷ്യനുണ്ട്, പാപമനുഷ്യനുണ്ട്. പാപമനുഷ്യന് തീറ്റ കൊടുത്താൽ ഏത് ജയിക്കും? പാപം ജയിക്കും. ദൈവമനുഷ്യന് ഭക്ഷണം കൊടുത്താൽ ഏത് ജയിക്കും? ദൈവം. പലപ്പോഴും നമ്മൾ കാണുന്ന എല്ലാം ഏതാ? പാപമനുഷ്യൻ. ഞാൻ സാധാരണ പിള്ളേരുടെ എല്ലാം പറയുന്നുണ്ട്, ഇഷ്ടം പോലെ സിനിമ കണ്ടോണം. സിനിമ കാണണം കേട്ടോ, കാണണം. വിത്ത് ആര് പറഞ്ഞു? പ്രിൻസിപ്പാഷ പറഞ്ഞു, ആരോടും പറയരുത്. സിനിമ കാണണം വിത്ത് എ കണ്ടീഷൻ. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി അത് കഴിയുമ്പോൾ സ്തോത്രം കർത്താവ് എന്ന് പറഞ്ഞ് ദൈവത്തോടടുക്കാൻ ശക്തമാക്കുന്ന എല്ലാ സിനിമയും എന്ത് ചെയ്യണം? കാണണം. അങ്ങനെ 2 സിനിമയുടെ പേര് പറയാമോ? അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി ദൈവത്തോടടുപ്പിച്ച് അത് കഴിയുമ്പോൾ ഗ്ലോറി, രക്തം, ജയം.
ഇന്ന് ഞാൻ എൻ്റെ കർത്താവുകൊണ്ട് കുറച്ചുകൂടെ അടുത്തു എന്ന് പറയാൻ ഒക്കുന്ന സകല സിനിമ എന്ത് ചെയ്തിരിക്കണം, കണ്ടിരിക്കണം. 2 സിനിമയുടെ പേര് പറ. പറയാമോ? ആകാശദൂതോ എന്താ പറഞ്ഞേ? അപ്പം അകത്തെ മനുഷ്യൻ, പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ഏത് മനുഷ്യനെ ഫീഡ് ചെയ്യുമോ ആ മനുഷ്യന് എന്ത് ചെയ്യും? ശക്തനാണ്. ഒരിക്കലും നമ്മുടെ അകത്തെ ജഡത്തെ ഫീഡ് ചെയ്യരുത്. അകത്തെ ആത്മാവിനെ ഫീഡ് ചെയ്യുവാൻ, ദൈവമനുഷ്യനെ ബലപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അകത്തോട്ട് എന്ത് പോകണമെന്ന് പറയുക? ദൈവത്തിൻ്റെ വചനം പോകണം. ഈ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ പ്രവർത്തിക്കണേ നമ്മൾ എന്തോ കൊടുക്കണം? ഇൻപുട്ട് കൊടുത്താൽ അനുസരിച്ച് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? പ്രവർത്തിക്കത്തുള്ളൂ. എന്ത് ഇൻപുട്ട് കൊടുക്കണം? ദൈവത്തിൻ്റെ വചനം ഇൻപുട്ട് കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം 3-ാം അധ്യായത്തിൽ കാണുകയാണ് പുതുതായിട്ട് ജനിക്കണം. എന്താ കാര്യം? എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി പാപികളാണ്. പാപം ചെയ്ത മനുഷ്യൻ മരിക്കും. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഏകലംഘനത്താൽ പാപത്താൽ മരണവും ലോകത്തിലേക്ക്. മരണമെന്ന് പറയുന്നത് ബന്ധങ്ങളുടെ വിച്ഛേദനമാണ്. അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ ഇവിടെ മരിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ഒരു ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ മരിച്ചാൽ അവന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്നാൽ അങ്ങനെ അല്ലാതെ മരിക്കുന്നവർ യാതനാ സ്ഥലത്തേക്ക് പോകുന്നു. രണ്ടാമതിൽ ഒരു കാര്യമാണ്, യാതനാ സ്ഥലത്ത് പോയാൽ പിന്നെ ക്രിസ്തുവുമായിട്ടുള്ള എന്തില്ല? ബന്ധമില്ല. അപ്പം നരകത്തിൽ പോകുകയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുക. ആസ്തിക്യം അവിടെയുണ്ട്. നിത്യ നരകത്തിന് യോഗ്യനാകുന്നവർക്കും ആസ്തിക്യമുണ്ട്. അപ്പം മരണമെന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധത്തിൻ്റെ വിച്ഛേദനമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ പാപത്താൽ ഉണ്ടാകുന്ന മരണമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. അങ്ങനെ വിച്ഛേദിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിൽ വളരുകയും പാപത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി മരിച്ച, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയേറ്റ കർത്താവിന് നാം ഹൃദയം കൊടുത്ത് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്നതിൻ്റെ പേരാണ് എന്ത്? പുതുജന്മം എന്ന് പറയും. പുതുജന്മം ഉണ്ടാകുമ്പോൾ ആദ്യം സംഭവിക്കേണ്ടത് കരച്ചിലാണ്, അനുതാപമാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ ആര് രക്ഷിക്കും? ദൈവമേ, എന്നെ രക്ഷിക്കണമേ, ഞാൻ പാപിയായൊരു മനുഷ്യൻ. ചുങ്കക്കാരനിങ്ങനെ നെഞ്ചത്തടിച്ച് കരയുന്നുണ്ട്, ഞാൻ പാപിയായൊരു മനുഷ്യൻ. പക്ഷേ ഇന്ന് എന്നെ അഭിമുഖീകരിക്കുന്ന, ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ദൗർഭാഗ്യം എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെടുമ്പോൾ പോലും, അല്ലെങ്കിൽ രക്ഷാനവനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ പോലും മനുഷ്യർ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. വളരെ കുറവാണ്. അന്നേരവും തുള്ളിച്ചാടി പാട്ടൊക്കെ പാടി വളരെ ആഘോഷമായിട്ടൊക്കെയാണ് പോവുക. ഒരു അനുതാപത്തിൻ്റെ ഏറ്റുപറച്ചിൽ വളരെ കുറവാണ്. പ്രായമുള്ളൊരു ദൈവദാസനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ ഒന്നും നോർമലല്ല മക്കളെ, സിസേറിയൻ ബർത്താണ്. ഒരു കുഞ്ഞ് നോർമലായിട്ട് ജനിക്കുകയാണെങ്കിൽ ആദ്യം പുറത്ത് നിൽക്കുന്നവർ കേൾക്കുന്നത് എന്താ? കരച്ചില്ല. സിസേറിയൻ ആകുമ്പം പലപ്പോഴും മാനസാന്തരം പോലും ഇപ്പോൾ എന്തായിപ്പോയി? സിസേറിയനായിപ്പോയത്. പ്രായമുള്ള ഒരു ദൈവദാസൻ്റെ ഒരു വിലാപമാണ്. അങ്ങനെയെങ്കിൽ അത് സത്യമാണ്. ആദ്യമായിട്ട് കർത്താവിനോട് വരുമ്പോൾ, ഓരോ പ്രാവശ്യവും ദൈവസന്നിധി വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട അനുഭവം എന്ന് പറയുന്ന അനുതാപമാണ്. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള തെറ്റുകൾ, കുറവുകൾ, കർത്താവെ അവിടുത്തെ രക്തത്താൽ കഴുകപ്പെടണമെന്നുള്ള ദൈവത്തോടൊരു അനുരഞ്ജനം ഉണ്ടാകുന്ന അനുഭവം. അപ്പോൾ പാപിയായ മനുഷ്യൻ വ്യക്തിപരമായി കർത്താവിനെ സ്വീകരിക്കുന്നതിൻ്റെ പേരാണ് എന്ത്? വീണ്ടും ജനനമെന്ന് പറയും. ഞാൻ നിന്നോട് സത്യമായിട്ട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. അപ്പോൾ പുതുതായി ജനിക്കണം. എന്താണ്? ഹൃദയത്തിൽ കർത്താവിനെ കൊടുക്കണം, കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം, കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഞാനതിനെപ്പോഴും പറയുന്നൊരു കഥയുണ്ട്. ആ കഥ പറഞ്ഞ് പിള്ളേർക്ക് വേണ്ടി പറയാം. ഇന്നലത്തെ VBSലും പറഞ്ഞിരുന്നു. എപ്പം പിള്ളേരെ കിട്ടിയാലും ഞാൻ ആ കഥ പറയും. ക്രിസ്മസിൻ്റെ ഒരു സമയം, ഒരു പക്ഷേ ഞാൻ ഓൺലൈനിലൊക്കെ എപ്പോഴും പറയുന്നൊരു കഥയാണ്. ക്രിസ്മസിൻ്റെ ഒരു സമയം, ആ സമയത്ത് വിദേശത്ത് ഒരു പള്ളിയായിട്ട് ബന്ധപ്പെട്ട് കരോൾ സർവീസ് നടക്കുക. അപ്പോൾ കരോൾ സർവീസ് നടക്കപ്പെടുമ്പോൾ ആ പള്ളിക്കൂടത്തിലെ എല്ലാ ക്ലാസ്സുകൾക്കും അവർ ഓരോ അസൈൻമെൻറ്റ് കൊടുത്തു, ഓരോന്ന് ചെയ്യാൻ. 8ാം ക്ലാസ്, ആ പള്ളിക്കൂടത്തിലെ 8ാം ക്ലാസ്സുകാർക്ക് കൊടുത്തത്, കർത്താവ് ജനിച്ച ആ ജനനം ഉണ്ടല്ലോ, ക്രിസ്തുവിൻ്റെ ജനനം നാടകമാക്കണം, മേക്ക് എ ഡ്രാമ ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അവർ ഡ്രാമയ്ക്ക് വേണ്ടി ഒരുങ്ങി. പക്ഷേ പ്രശ്നം അവിടെ മുമ്പിലുണ്ടായിരുന്നത്, 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നു. അവന് ഇച്ചിരി ബിറ്റ് സ്ലോയാണ്, പഠിക്കാനൊക്കെ ഇച്ചിരി മോശം, സംസാരിക്കാൻ ഇച്ചിരി വിക്കും പ്രയാസമൊക്കെ ഉള്ളത്. അപ്പോൾ അവരോർത്ത് അവനെ അങ്ങ് ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പോൾ അവർ പറഞ്ഞു, മോശമല്ലേ, പാവം പിടിച്ചൊരു കുട്ടിയെ ഒഴിവാക്കിയാൽ ഈശോ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സഹിക്കത്തില്ല, അതുകൊണ്ട് അവനെ കൂടെ ചേർക്കാം. ഇനി എന്ത് ചേർക്കണം? അവസാനം അവർ തീരുമാനിച്ചു, അവന് ഏറ്റവും ചെറിയൊരു റോള് കൊടുക്കുക. ജോസഫ് മറിയത്തെ കൊണ്ട് ഇങ്ങനെ വരുമ്പം ആ ഇന്നിൻ്റെ അവിടെ, സത്രത്തിൻ്റെ അവിടെ വന്നിട്ട് കൊട്ടും.
കതക് തുറക്കും. ജോസഫ് ചോദിക്കും, ഒരു ഇടം തരാമോ? സോറി, ഇവിടെ ഇടമില്ലെന്ന് പറയണം. അത്രയും ചെയ്താൽ മതി. സമ്മതിച്ചു. അവനെല്ലാം പഠിച്ചു. സോറി, ഇടമില്ലെന്ന് പറയണം, കതക് അടയ്ക്കണം. നാടകം തുടങ്ങി. ജോസഫ് മറിയം കൊണ്ട് വന്നു. വാതിൽ കൊട്ടി. പാവം വാലസ്, അവൻ്റെ പേര് വാലസ് എന്ന്. അവൻ കഥ തുറന്നു. മറിയത്തിൻ്റെ നിപ്പ് കണ്ടപ്പോൾ അവനങ്ങ് സങ്കടം വന്നു. നാടകമാണെന്ന് അവനങ്ങ് മറന്നുപോയി. പാവം, പണ്ടേ ഗർഭിണി, ദുർബല, പിന്നെ ഗർഭിണി, നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? അവനങ്ങ് സങ്കടം വരിക അവരെ നോക്കിയിട്ട്. ജോസഫ് ചോദിച്ചു, ഒരു സ്ഥലം തരാമോ ഭാര്യയെ കിടത്താൻ? എന്തോ പറയണം? സ്ഥലമില്ലെന്ന് പറയണം. ഇവൻ പക്ഷേ നാടകമാണെന്ന് മറന്നുപോയി. ഇവൻ മിണ്ടാതെ നിൽക്കുക. ടീച്ചർമാർ അവിടെ നിന്നുകൊണ്ട് ബഹളം വെക്കാൻ തുടങ്ങി. പറ 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 പറ, എന്താ? നോ പ്ലേസ്. ഒടുവിൽ വാലസ് കഷ്ടപ്പെട്ട് പറഞ്ഞു, ഹിയർ നോ പ്ലേസ്. കഥ കടയ്ക്കണം. അവൻ അടച്ചില്ല. ജോസഫ് മറിയത്തെ കൊണ്ട് ഇങ്ങനെ തിരിച്ചു പോവുക. കേട്ടോ മക്കളെ, പാവം മറിയത്തെ പിടിച്ചുകൊണ്ട് പോവുക. അങ്ങോട്ട് പോയപ്പം ഈ വാലസ് ചെയ്തൊരു കാര്യമുണ്ട്, കൈ കൊട്ടി. ജോസഫ് തിരിഞ്ഞു നോക്കി, വാ എൻ്റെ കട്ടിലങ്ങ് അന്നേക്കാന്ന് പറഞ്ഞു. ഇനിയും നാടകം എങ്ങനെ നടക്കും? ബാക്കി ഒത്തിരി കാര്യങ്ങൾ ഇനിയുണ്ട്. ഇനിയുമാണ് വിദ്വാൻമാർ വരണം. പൊന്നമ്മൂരും കുന്തിരിക്കൊക്കെ എന്ത് ചെയ്യണം? കാഴ്ച വെക്കണം. ഒത്തിരി കാര്യങ്ങൾ നടക്കാനുണ്ട്. വല്ലതും നടന്നോ? ഇല്ല. പക്ഷേ ആ നാടകം ഗൂഗിളിലൊക്കെ ഉണ്ട് നാടകം, ഇത് ഇൻ എന്ന പേര്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഇന്ന് കൈയടിച്ചു. ആ വർഷത്തെ ഏറ്റവും നല്ല നാടകമായിട്ട് അത് തിരഞ്ഞെടുത്തു. കാരണം ഒരു കാര്യം, ഈ വാലസിന് വലിയ ബുദ്ധിയൊന്നുമില്ലായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞു, ബാ എൻ്റെ ഇടം തന്നേക്കാന്ന് പറഞ്ഞു. ശരിക്കും ഇതൊക്കെയാണ് വീണ്ടും ജന്മം എന്ന് പറയുക. വലിയ ബുദ്ധിമാന്മാരിത് പറയത്തില്ല. പക്ഷെ മോശനായ കുറച്ച് പറയും, എൻ്റെ ഹൃദയത്തിൽ നിനക്കിടമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ നിനക്കിടമുണ്ട്. അതിൻ്റെ പേരാ വീണ്ടും ജന്മം എന്നൊക്കെ പറയാം. കർത്താവ് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് നമ്മൾ കൈകൊണ്ട് മെനഞ്ഞ പള്ളി മേടകളിലും ദേവാലയങ്ങളിലൊന്നുമല്ല. ക്രിസ്തു എന്നും വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഹൃദയമെന്ന ദേവാലയത്തിലാണ്. അതുകൊണ്ടാണ് പറയുക, നിൻ്റെ ശരീരം എൻ്റെ മന്ദിരമാണ്, എൻ്റെ ആത്മാവാണ് അവിടെ വസിക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ ആത്മാവിനെ നിൻ്റെ മന്ദിരത്തെ നീ എന്ത് ചെയ്യാൻ പാടില്ല? നശിപ്പിക്കാൻ പാടില്ല. എത്ര പേർ കർത്താവിൻ്റെ പറയും, ഇവിടെ ഇടമുണ്ടെന്ന്? എവിടാ? ഇവിടെ ഇടമുണ്ടെന്ന്. അത് ബുദ്ധിമാന്മാരൊന്നും പറയത്തില്ല, അവർക്കത് പറയാൻ കഴിയില്ല. പക്ഷേ ദൈവം ജ്ഞാനികൾക്ക് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത വലിയൊരു സത്യമുണ്ട്. ക്രിസ്തു എന്ന രക്ഷകന് അവൻ എൻ്റെ ഹൃദയം കൊടുക്കുന്നതിൻ്റെ പേരാ വീണ്ടും ജനനം എന്ന് പറയുക. വ്യക്തിപരമാണത്, വ്യക്തിപരമാണ്. സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന് മക്കളേ ഉള്ളൂ, എന്തില്ല? കൊച്ചുമക്കളില്ല എന്ന് പറയാറുണ്ട്. കുറച്ചൊക്കെ അതിനകത്ത് സത്യമുണ്ട്. കാരണം രക്ഷ വ്യക്തിപരമാണ്. ഹൃദയത്തിലോട്ട് കൈവച്ചിട്ട് എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നവരല്ല. ഇവിടെ ഒരിടമുണ്ട്. ആർക്കാ? കർത്താവിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഹൃദയത്തിന് ഇടം കൊടുത്താൽ പിന്നെ കർത്താവിന് ഇഷ്ടമില്ലാത്തതെല്ലാം ഇറങ്ങിപ്പോണ്ട് വരും. തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ചെറിയ ട്രാക്റ്റുണ്ട്. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കൊടുക്കപ്പെട്ട ഒരു ട്രാക്റ്റാണ്. അതിനകത്ത് ഈ ക്രിസ്തു വരുമ്പോൾ ആവശ്യമില്ലാത്തതെല്ലാം ഇറങ്ങിപ്പോകുന്നുണ്ട്. കർത്താവിന് ഇവിടെ വന്നാൽ പിന്നെ മറ്റൊരാൾക്കും വേണ്ടാത്തതിനൊന്നും അവിടെ എന്ത് ചെയ്യത്തില്ല? ഇടം കിട്ടത്തില്ല. അപ്പോൾ അവിടെ പറയുകയാണ്, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. പുതുതായി ജനിക്കണം. എങ്ങനെ ജനിക്കണം? വെള്ളത്താലും ആത്മാവിനെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. അതുകൊണ്ടാണ് ആത്മാവിനാലല്ലാതെ ആർക്കും കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ കഴിയുകയില്ല. യേശു കർത്താവും രക്ഷകനുമെന്ന് സ്വീകരിച്ച് വ്യക്തിപരമായി ക്രിസ്തുവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരണം. ഇന്ന് പലപ്പോഴും ക്രൈസ്തവ സമൂഹത്തിൽ പോലും രക്ഷിക്കപ്പെട്ടവരുടെ വീണ്ടും ജന്മം പ്രാപിച്ചവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വ്യക്തിപരം ആ ബന്ധം എന്നും പുതുക്കണം. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ആരുമായിട്ടുള്ള ബന്ധമാണ്? കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. അപ്പം ക്രിസ്തുവിന് ഹൃദയം കൊടുക്കുക, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം കർത്താവിന് വിട്ടുകൊടുക്കുന്നതിൻ്റെ പേരാണ് രക്ഷാനുഭവം എന്ന് പറയുക. കർത്താവിൻ്റെ വചനം പറയുന്നു, ഒന്നുകൂടെ പറയാം, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. അപ്പോൾ പുതുതായി ജനിക്കണം. ഇന്ന് രാത്രിയിൽ എൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഒരു പക്ഷേ ഒരു ക്രൈസ്തവനായിരിക്കാം, അല്ലായിരിക്കാം, ഒരു വിശ്വാസ കുടുംബത്തിലായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷെ വ്യക്തിപരമായി ക്രിസ്തുവിന് ഹൃദയം കൊടുക്കുക. എവിടെയെങ്കിലും ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓരോ യോഗവും ഒരു പുനഃസമർപ്പണമാണ്. കർത്താവിൻ്റെ സന്ധിയിൽ ഒന്നുകൂടെ സമർപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ. 4-ാം അധ്യായം, 3-ാം അധ്യായത്തിൽ പുതുജനനമാണ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, യേശു കർത്താവ് അവിടുന്ന് പോവുകയാണ്. യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് അങ്ങനെ പോകുന്ന സമയത്ത് ശിഷ്യന്മാർ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചിരുതാനും അവൻ യഹൂദദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമരിയിൽ കൂടി എന്ത് ചെയ്യേണ്ടി വന്നു? കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ ജോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിൻ്റെ ഒരു ഉറവയുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനകയിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. അങ്ങനെ കർത്താവ് ആ ശമരിയ വഴി പോവുകയാണ്. അതിൻ്റെ 7-ാമത്തെ വാക്യം, ഒരു ശമരിയ സ്ത്രീ അവിടെ
വെള്ളം കോരുവാനായിട്ട് വരികയാണ്. ആ ശമരിയാക്കാരത്തി സ്ത്രീയോട് കർത്താവ് ചോദ്യമാണ്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിക്കുന്നു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. അവർ ചോദിക്കുന്നുണ്ട്, നീ യഹൂദനായിരിക്കെ ശമരിയാക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ശമരിയാക്കാരത്തിയുമായിട്ട് കർത്താവ് സംസാരിക്കുക. 3-ാം അധ്യായത്തിൽ പുതുജനനമാണ്. 3-ാം അധ്യായത്തിൽ പുതുജനനമാണ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു ആ പുതുജന്നം ഉണ്ടായ സമൂഹം, ഇതൊരു വളർച്ചയാണ്. അവിടെ ക്രിസ്തു നേരെ പോകുന്നത് ശമരിയാക്കാരത്തിൻ്റെ അടുത്തിലേക്കാണ്. എന്താ കാര്യം? യഹൂദനും ശമര്യനും തമ്മിൽ എന്തില്ല? ഒരു കണക്ഷനില്ല. ഒരാൾ ശമരിയെ കൂടെ പോകണമെങ്കിൽ അതുവഴി പോകാതെ വളഞ്ഞു ചുറ്റി പോകുന്ന ഒരു യഹൂദ പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ യഹൂദനും ശമര്യയ്ക്കും ഇടയ്ക്ക് വലിയൊരു മതിൽക്കെട്ടുണ്ട്. ക്രിസ്തു ചെയ്തത് ആ മതിൽ തകർക്കുകയാണ്. മതിൽ തകർത്തിട്ട് കർത്താവ് അവിടേക്ക് ചെല്ലുകയാണ്. അതുകൊണ്ടാണ് വചനത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, വേർപാടിൻ്റെ എന്ത് തകർക്കപ്പെടണം? നടിച്ചുവരുകൾ തകർക്കപ്പെടണം. ഇന്ന് സമൂഹത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അപകടം നടിച്ചുവരുകളാണ്. നമ്മളൊന്ന് ഓർത്തു നോക്കിയേ, വീടുകളിലൊക്കെ ആണെങ്കിൽ പോലും നടിച്ചുവരുകളാണ്. ഒരു നാട്ടിൻപുറത്തെ ഒരു സാധാരണ മിക്കവാറും പ്രവാസി മലയാളികളുടെ എല്ലാം വീട് നോക്കിയാൽ, അല്ലെ സാധാരണക്കാരുടെ വീട് പോലും 1 നിലയാണോ 2 നിലയാണോ? ഇപ്പോൾ വലിയ കാശുകാരൊക്കെ താഴെ ഒത്തിരി വീട് സ്ഥലമുള്ളവർ നിരത്തിയൊക്കെ വീട് 1 നില വെക്കുന്നുണ്ട്. പക്ഷേ 2 കാര്യങ്ങൾ കൊണ്ടാണ് 2 നില വെക്കുക. 1, സ്ഥലം ലാഭിക്കുക. 2, മേളത്തെ കുറച്ച് ഫൗണ്ടേഷനൊക്കെ ഇടുന്നതിൻ്റെ ചിലവ് ലാഭിക്കും. കുറേ ലാഭമുണ്ട്, അപ്പം കുറേ സ്ഥല ലാഭമുണ്ട്. മേളിലൊക്കെ ആയിരിക്കാം വീടുള്ളവരുടെ വീട്ടിൽ പിള്ളേർ താമസിക്കുന്ന എവിടെ ആയിരിക്കും? മേളിലോ താഴെയോ? മേളിലായിരിക്കും. അപ്പച്ചനും അമ്മച്ചി എവിടെ? താഴെ. പിള്ളേരെപ്പം മേളിൽ നിന്ന് ഇറങ്ങി വരും? പിള്ളേരെപ്പം മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന അവർക്ക് പോലും അറിയത്തില്ല. അവരുണർന്നിറങ്ങുമ്പോൾ വരും. ആരറിഞ്ഞു? അവരെപ്പോഴാണ് കിടക്കാൻ പോകുന്നത്? അവരെപ്പോഴെങ്കിലുമൊക്കെ കിടക്കുന്നു, എപ്പോഴെങ്കിലുമൊക്കെ വരുന്നു. ഞാനൊരു വീട്ടിൽ സങ്കടകരമായിപ്പോയി. എന്നെ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മ വിളിച്ചതാണ്. അവിടെ ഞാൻ ചെന്നപ്പോൾ മോൻ മുകളിലാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അമ്മ മോന് ടെസ്റ്റ് അയക്കുന്നു. മോനെ കുട്ടി പ്ലീസ് കം ഡൗൺ, പാസ്റ്റർ അങ്കിൾ ഈസ് വെയിറ്റിംഗ്. ടെസ്റ്റ് അയച്ച് അപ്പോൾ അവൻ്റെ ഒരു മെസ്സേജ് പറഞ്ഞു, സോറി ഐ എം നോട്ട് ഇൻ എ മൂഡ് ടു കം. ദാറ്റ് ഇറ്റ് സെൽഫ്, ഐ എം സോറി ഐ എം നോട്ട് ഇൻ എ മൂഡ് ടു കം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോയി വിളിക്കാം. അവൻ ഏത് മുറിയിലാണ് കിടക്കുക? അമ്മ പറഞ്ഞു, പാസ്റ്റർ വിളിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ പാസ്റ്ററോട് അവനൊന്നും പറയത്തില്ല. പോയി കഴിയുമ്പോൾ ഇവിടെ ഇടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാകും. അവന് ഇഷ്ടമില്ല. അവൻ്റെ മുറിയിലാണ് കയറിയാൽ പിന്നെ ആരും കൊട്ടുന്നത് ഇഷ്ടമില്ല. അവിടെ ഒരു വീട്ടിലാണ്, പക്ഷേ അവിടെ വീടാണോ ഉള്ളത്? നടിച്ചുവരാണോ? നടിച്ചുവരാ. മേളും താഴെയും തമ്മിൽ എന്താ? നടിച്ചുവരാ. ഇത് സത്യത്തിൽ ഇന്ന് വീടുകളുടെയൊക്കെ ഒരു പ്രശ്നമാണ്. എത്രയോ മക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിണങ്ങി തലവണ എടുത്തുകൊണ്ട് അങ്ങേ മുറി പോയി കിടക്കും. അങ്ങേ മുറി ഭാര്യ, ഇങ്ങേ മുറി ഭർത്താവ്. ശ്വാസം മുട്ടും, ഉറങ്ങും. ഒരാളെങ്കിലും ബോധമില്ലാതെ പോയി കിടക്കുന്നവൻ കൂർക്കം വലിച്ചുറങ്ങും. പക്ഷെ ഒരാളെങ്കിലും വീട്ടിൽ എന്ത് ചെയ്യും? ഉറങ്ങാതെ കിടക്കും. ഉറക്കം വരുമോ? ഇല്ല. മനുഷ്യർക്കിടയിൽ നടിച്ചുവര് കൂടുകയും. ഭയങ്കര കാശുകാരനായിരുന്നു അച്ഛൻ. നല്ല കാശ്, ഭയങ്കര ബിസിനസ്സുള്ളൊരു മനുഷ്യനാണ്. പുള്ളിക്കാരനൊരു സ്വകാര്യ സങ്കടം എന്നോട് പറഞ്ഞു. എന്നോട് ഭയങ്കര സ്നേഹമാണ്. എന്നോട് പറഞ്ഞു, ഒരു ചെറിയ കട്ടിൽ മേടിച്ചു തരാം. അപ്പം എൻ്റെ വീട്ടിൽ ഒരു ചെറിയ കട്ടിൽ ഞാൻ പണിതിട്ടു. ഞങ്ങളുടെ ഓഫീസിൽ ഒരു അത്യാവശ്യം ഒരാൾക്ക് പെട്ടെന്ന് കിടക്കേണ്ട വന്നാൽ ചർച്ചിനോട് ചേർന്ന് 2 അടി കട്ടിൽ പണിത്. പുള്ളി ഈ കട്ടിൽ കണ്ടിട്ട് പറഞ്ഞു, ഇത്രയൊരു കട്ടിൽ പണിത് തരാം. ഞാൻ ചോദിച്ചു, അതെന്നാ? ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്ന് പാസ്റ്റേ, കല്യാണം കഴിച്ചപ്പോൾ ഒന്നുമില്ലായിരുന്നു. ഒരു കൊച്ചു കട്ടിലല്ല കിടന്ന്. എനിക്കിച്ചിരി വണ്ണം, അവൾക്ക് വണ്ണക്കുറവായിരുന്നു. അതുകൊണ്ട് തിരിയുമ്പം താഴെ പോകാതിരിക്കുക ഇവളെന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാറ്. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നേ, കാരണം തിരിഞ്ഞാൽ താഴെ പോകും. ഇപ്പം കിങ് സൈസാണ്, 6 6.25. അവൾ അങ്ങേ അറ്റത്തും ഞാൻ ഇങ്ങേ അറ്റത്തും നടുക്ക് തലവണയുമാണ്. അവളെ ഒന്ന് ഇങ്ങോട്ട് അടുപ്പിക്കാൻ നോക്കുന്നതിലും ഭേദം എവറസ്റ്റിൻ്റെ കൊടുമുടി കയറുക. അതുകൊണ്ട് ഞാൻ ആ പരിപാടി അവസാനിപ്പിച്ചു. ഒരു ചെറിയ ഉപകാരം, 2 അടി കട്ടിലുണ്ടെങ്കിൽ. ഞാൻ ചോദിച്ചു, എന്തിനാ? ചാകുന്നതിന് മുമ്പ് ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ. ഭയങ്കര കാശാണ്, പക്ഷേ 6 6.25 മെത്തയാണ്. അവിടെ ഇടയ്ക്ക് എന്തോ ആയി? നടിച്ചു വരിക. എല്ലാം സഹിക്കാം. ഞാനൊരു വീട്ടിൽ പെട്ടെന്ന് കയറി ചെന്നപ്പോൾ അഴിക്കാൻ സമയം കിട്ടിയില്ല ഈ ആൻറ്റിക്ക്. ഇവർ മൊത്തം ഇങ്ങനെ ചുരിദാറിട്ട് കെട്ടി 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 കണ്ണും മൂക്കും വായും കാണാം. ഈ ഷാളിട്ട് കെട്ടി വരിഞ്ഞ് 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 വെച്ചേക്കുക. എൻ്റെ അമ്മ ഇത് കണ്ടിട്ട് പേടിച്ചു പോയി. ഞാൻ ചോദിച്ചു, ഇതെന്തോ? ഭർത്താവ് പറഞ്ഞു, ഞാൻ ഉമ്മ കൊടുക്കാതിരിക്കാനാ കെട്ടി കെട്ടി വെച്ചേക്കുക. അവൾക്കെന്നെ ഇഷ്ടമില്ല. അവൾ മൊത്തം കെട്ടി വെച്ചേക്കുക. ഒരു മുറിയിലൊക്കെയാണ്. അവിടെ മുറിയാണോ മതിലാണോ?
മതില. പക്ഷെ പലപ്പോഴും ഈ മതിൽക്കെട്ടുകളാണ് സമൂഹത്തിലും വീട്ടിലുമെല്ലാം. തമ്പുരാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. ക്രിസ്തുവിൻ്റെ ജന്മം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നടിച്ചുവരുകൾക്ക് സ്ഥാനമില്ല. മനുഷ്യരും തമ്മിലുള്ള അകലങ്ങൾ കുറയ്ക്കുന്നതാണ് ക്രിസ്തുവാനുഭവം എന്ന് പറയുന്നത്. മനുഷ്യരെല്ലാം ഒത്തിരി അകലങ്ങളിൽ ജീവിക്കുന്നവരാണ്. ആ അകലങ്ങളെ കുറയ്ക്കുന്നതിൻ്റെ പേരാണ് ക്രിസ്താനുഭവം. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഒത്തിരി നടിച്ചുവരുകളിൽ ശ്വാസം മുട്ടുന്നവരാണ് മനുഷ്യർ. ഞാൻ നിങ്ങളെ കുറച്ച് സമയത്തേക്കിന് നാട്ടിൻപുറത്തോട്ട് കൊണ്ടുപോവാം. ബൈക്കിൻ്റെ പുറകിൽ ഭർത്താവിൻ്റെ കൂടെ ഇരുന്നവർ ഓർമ്മയുള്ളവരൊന്ന് കൈവെക്കാമോ? എങ്ങനെ ഇരുന്നേ? കെട്ടിപ്പിടിച്ചെന്ന് എന്ത് എടുപ്പത്തിലാണ് പറഞ്ഞത്? കെട്ടിപ്പിടിച്ച്. സത്യമല്ലേ? കെട്ടിപ്പിടിച്ചായിരുന്നേ. നമ്മളും കെട്ടിപ്പിടിച്ചായിരുന്നേ. ബൈക്കിൻ്റെ പുറകിൽ കെട്ടിപ്പിടിച്ചിരുന്ന അതൊരു ഓർമ്മയല്ലേ? കെട്ടിപ്പിടിച്ചായിരുന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് അന്ന് കാറുകളുണ്ടായിരുന്നു, റെയറായിട്ട് അംബാസഡർ കാറൊക്കെയാണ്. അംബാസഡർ കാറയിലായിരുന്നു കല്യാണത്തിന് പോകുന്നത്. അംബാസഡർ കാറ് ബസ്സൊക്കെ പിന്നെ വന്നു. 5-6 അംബാസഡർ കാർ പിടിച്ചാണ് ഉറപ്പിന് പോകുന്നത്. ഈ അംബാസഡർ കാർ പിടിക്കാൻ കാര്യമുണ്ട്. കാറിൽ എത്ര പേര് കയറും? മാക്സിമം അച്ചായൻ ചരിഞ്ഞിരിക്കും, അമ്മാമ്മ തിരിഞ്ഞിരിക്കും, മോനെ അങ്ങോട്ടിരിക്കും, പുറകിലൊരു 5-6 പേര് കയറത്തില്ലേ, മുമ്പിലും 3-4 പേര് കയറത്തില്ലേ. ബക്കറ്റ് സീറ്റൊക്കെ പിന്നെ വന്ന് ആ ഗിയറിൻ്റെ അപ്പുറത്തോട്ട് കാലിട്ട് ഒരാളിവിടെ എന്ത് ചെയ്യും? ഇരിക്കും. ക്യാമറ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഒത്തിരി പേര് ഒന്നിച്ചിരുന്ന് കല്യാണത്തിന് പോയി. നല്ല തേച്ചതൊക്കെ ആണല്ലോ. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ എല്ലാം എന്തിരിക്കും? ഉടഞ്ഞൊക്കെ ഇരിക്കും. എന്നാലും എല്ലാവരും കൂടെ കല്യാണത്തിനൊക്കെ പോയി. കുറച്ചാൾ കഴിഞ്ഞപ്പം മാരുതി വന്നു. മാരുതി വന്നപ്പോഴും മുമ്പിലും പുറകിലുമായിട്ടിരുന്നു. പക്ഷേ ഇന്ന് ഇന്നോവ വന്നപ്പം 4 ബക്കറ്റ് സീറ്റാണ്. മിക്കവാറും 4 പേരും അകലം കൂടിയോ കുറഞ്ഞോ? വലിയ വണ്ടി വന്നപ്പം അകലം കൂടിയോ കുറഞ്ഞോ? കൂടി. ഏതായിരുന്നു നല്ലത്? ബൈക്കിൽ പോകുന്നതാണോ കാറിൽ പോകുന്നതാണോ? ബൈക്കില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു ബൈക്കിൽ പോകുന്നതാണ് നല്ലത്. കുറഞ്ഞ പക്ഷം നാട്ടിൻപുറത്ത് ചെന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ ഇടവഴി കൂടെങ്കിലും എങ്ങനെ പോകണം? പക്ഷേ ഇന്ന് മുട്ടിയിരിക്കാൻ ഒക്കത്തില്ല. 2 പേര് ഹെൽമെറ്റ് വെക്കണം. മറ്റേ ഈ തലയ്ക്ക് പുറകിൽ കൂടി ഇട്ടിട്ടാണ് കഥ പറയുന്നത് പോകുന്ന വഴിക്ക്. അതൊക്കെ കാണുന്ന ഒരു കാഴ്ചയല്ലേ? അപ്പം മനുഷ്യരുടെ സൗകര്യങ്ങളെല്ലാം കൂടുമ്പം മനുഷ്യരെല്ലാം തമ്മിൽ എന്ത് ചെയ്യുക? അകലുകയാണ്. അവിടെ നടിച്ചുവരുകൾ ഉണ്ടാകുകയാണ്. പക്ഷെ കർത്താവ് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒന്നാമത്തെ അനുഭവം നടിച്ചുവരുകളെ ദൈവം ഇടിച്ചു കളയും. നടിച്ചുവരുകളെ ഇടിച്ചു കളയും. നടിച്ചുവരുകളെ സമൂഹം തമ്മിലുള്ള നടിച്ചു. ഇവിടെ ശമരിയക്കാരും യഹൂദനും തമ്മിൽ ജാതിയുടെ പേരിലുള്ള നടിച്ചുവരാണ്. ഞാനൊരു പെന്തക്കോസ്ത് പാസ്റ്റർ എന്ന നിലയിൽ എനിക്ക് അഭിമാനിക്കാൻ ഒരു വകയുണ്ട്. പെന്തക്കോസ്ത് തുടങ്ങിയ സമയത്ത് അതൊരു വലിയ വിപ്ലവമായിരുന്നു. കാരണം ജാതി വ്യവസ്ഥത കൊടുമ്പിരിക്കൊണ്ടിരുന്നൊരു കാലമായിരുന്നു കേരളത്തിൽ. അന്ന് അത് സന്ദർശിക്കാൻ വന്ന വലിയ മനുഷ്യൻ പറഞ്ഞു, കേരളം ഒരു ഭ്രാന്താലയം ജാതി വ്യവസ്ഥ കണ്ടുകൊണ്ടാണ്. പക്ഷേ അവർ അത്ഭുതപ്പെട്ടു പോയി. പെന്തക്കോസ്തിൻ്റെ ആത്മപ്രവൃത്തി കേരളത്തിൽ വെളിപ്പെട്ടപ്പോൾ ഉയർന്നവരും താണവരും വെളുത്തവരും കറുത്തവരും താണവരും ഉയർന്നവരും എല്ലാവരും ഒരു പായിലിരുന്നു കൊണ്ട് ഒന്നിച്ചാരാധിച്ചു. എന്നിട്ട് അവർ നോക്കിയപ്പം ഒരപ്പത്തിൽ നിന്ന് ഒന്നിച്ച് കഴിച്ചു, ഒരു ഗ്ലാസ്സിൽ നിന്ന് ഒന്നിച്ച് പാനപാത്രം കുടിച്ചു. എന്നിട്ട് അവർ പാടി, മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയ ബന്ധമാണിത് യുഗകാലം വരും. അവരെന്നിട്ട് കെട്ടിപ്പിടിച്ച് വിശുദ്ധ ചുംബനം കൊടുത്തപ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിദ്ധരിച്ചു. കാരണം നടിച്ചുവരുകളെ ഇടിച്ചു കളയുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഞങ്ങളുടെ വീടുകളിൽ ബന്ധങ്ങളുടെ ഇടയിലുള്ള നടിച്ചുവരുകളെല്ലാം ഇടിച്ചു കളയണമെന്ന്. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കര ഉയർത്തി കുറച്ചുകൂടെ മനുഷ്യരോട് അടുത്ത് ജീവിക്കുക. ഈ ദൈവത്തോടടുക്കുന്നു മനുഷ്യരോടടുക്കണം കേട്ടോ. ചിലരുണ്ട് ദൈവാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരിൽ നിന്ന് അകന്നു പോകും. കർത്താവ് എൻ്റെ ഭാര്യയോട് കുറച്ചുകൂടെ അടുത്തിരിക്കുവാൻ, എൻ്റെ ഭർത്താവിനെ കുറച്ചുകൂടെ ഒന്ന് സ്നേഹിക്കുവാൻ. മക്കളും പേരൻസും ഇടയ്ക്കുന്ന ഭയങ്കര അകലങ്ങളാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാട്ടിലൊക്കെ അകലങ്ങളാണ്. ഈ അകലങ്ങളൊക്കെ മാറിയില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. ഞാൻ കഴിഞ്ഞ ദിവസം പൗർഷ്യനിലേക്ക് ഞായറാഴ്ച സന്ദേശം കൊടുത്തിട്ടാണ് വന്നത്. സന്ദേശം കൊടുത്തപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ അമ്മമാർക്ക് കൗൺസിലിംഗ് ഒന്നും അറിയത്തില്ലെങ്കിലും ഭയങ്കര മനഃശാസ്ത്ര വിദഗ്ധർ, അവർ ഭയങ്കര മിടുക്കരായിരുന്നു. അവർ ഈ പെൺപിള്ളാരുടെ രഹസ്യം പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? അവരെ വിളിച്ചിരുത്തി പേൻ ചെയ്യുമായിരുന്നു. പേനയൊക്കെ തല മസാജ് ചെയ്ത് പേൻ ചെയ്യും. പേൻ ചെയ്യാനിരുന്ന് ഈരോരി ഇട്ട് വലിക്കുമ്പോൾ പെണ്ണ് എല്ലാം പറയും, ഞങ്ങളുടെ ക്ലാസ്സിൽ ബാക്കി മസാജ് ചെയ്യുന്നതിനിടയ്ക്ക് രഹസ്യം എല്ലാം ഇവിടെ കൈ കെട്ടും, അമ്മയുടെ കൈ കെട്ടും. അകലങ്ങളെല്ലാം 1.5 മണിക്കൂർ ഇരുന്നാണ് അമ്മ ഈ മുടി ചെയ്യുന്നത്. കണ്ടിട്ടില്ലേ? 1.5 എത്ര നേരം എടുക്കും. പക്ഷേ ഇന്ന് ചെയ്യാറില്ല. എല്ലാവരും പേൻ സംഭാരി മേടിച്ച് എവിടെ ഇട്ടും?
തലയിലിട്ട് ഷാമ്പു ഇട്ട് കുളിച്ചിട്ട് വരും. അല്ലെങ്കിൽ നേരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സ്പാ ചെയ്തിട്ട് വരും. അപ്പം പേനെല്ലാം പോകും. പക്ഷേ അവിടെ എന്തോ ഉണ്ടാകുന്നില്ല, ബന്ധം ഉണ്ടാകുന്നില്ല. നടുച്ചുവരുകൾ കൂടുകയാണ്. ആത്മാർത്ഥമായി കർത്താവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ വീടുകളുടെയും സഭയുടെയും ബന്ധങ്ങളുടെയും എല്ലാം നടുച്ചുവരുകളെ ഇടിച്ചു കളഞ്ഞു. കുറച്ചുകൂടെ ഒന്ന് സ്നേഹിച്ച് ജീവിക്കാനുള്ളൊരു കൃപ, ആ കൃപയ്ക്ക് വേണ്ടി എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്. ക്രിസ്താനുഭവം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വലിയ മാറ്റം നടിച്ചുവരുകൾ ഇടിച്ചു കളയും എന്നുള്ളതാണ്. അതാണ് ദൈവപ്രവൃത്തി എന്ന് പറയുക. ബന്ധങ്ങളിലുള്ള അകലങ്ങളെല്ലാം കുറയാൻ തുടങ്ങും. കർത്താവെ, എൻ്റെ സഹോദരനുമായിട്ടുള്ള അകലങ്ങൾ, എൻ്റെ കൂടപ്പിറപ്പുമായിട്ടുള്ള അകലങ്ങൾ, എന്തിനേറെ എൻ്റെ ഇൻലോസുമായിട്ടുള്ള അകലങ്ങൾ, എൻ്റെ കസിൻസുമായിട്ടുള്ള അകലങ്ങൾ, അതെല്ലാം ഒന്ന് കുറച്ചുകൂടെ മനുഷ്യരെ സ്നേഹിച്ച് ജീവിക്കാനുള്ളൊരു കൃപ ഈ കൊച്ചായുസിൽ തരണമെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് കുറച്ചുകൂടെ അടുത്ത് ജീവിക്കുവാൻ, നടിച്ചുവരുകളെല്ലാം ഇടിച്ചു കളഞ്ഞ് ഭയങ്കര ഒരു സ്നേഹത്തിൻ്റെ ഐക്യത. ഒരു കൊച്ചായുസാണ് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുക, ചെറിയൊരായുസ്. അവിടെ നടിച്ചുവരുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിച്ചോണം. ഒറ്റ ദിവസം പോലും ആരോടും പിണങ്ങിക്കഴിയരുത്. പിണങ്ങിക്കഴിഞ്ഞാൽ അന്ന് രാത്രിയിൽ അവർ മരിച്ചു പോയാൽ നമുക്ക് ജീവിതത്തിൽ ഭയങ്കര സങ്കടമായിരിക്കും. ഒന്നും മിണ്ടാനൊക്കാതെ മരിച്ചല്ലോ എന്നുള്ളത്. ദൈവമേ, ആരോടും പിണക്കമില്ലാതെ ജീവിക്കുവാൻ, ആവോളം എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കുവാൻ കൃപ കിട്ടണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. 4-ാം അധ്യായത്തിൽ നടിച്ചുവരുകൾ ഇടിച്ചു കളയുകയാണ്. അപ്പം പുതുജന്മം ഉണ്ടായ സമൂഹത്തിൽ എന്തില്ല? നടിച്ചുവരുകളിൽ. എന്നിട്ട് ആ സ്ത്രീ കർത്താവിനോട് സംസാരിക്കുമ്പോൾ അവൾ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ പിതാക്കൻ ആ വെള്ളത്തെക്കുറിച്ചൊക്കെയാണ് അവൾ സംസാരിക്കുക. പക്ഷെ കർത്താവളോട് പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. എന്നിൽ നിന്ന് കുടിക്കുന്നവനോ അത് നിത്യജീവങ്കിലേക്ക് പൊങ്ങുന്ന എന്താകും? നീരിറവിയെ. നമുക്കറിയാം, നമ്മുടെ നാട് ഇന്ന് ഭയങ്കര മഹാവിപത്തിൻ്റെ മുമ്പിൽ നിൽക്കുക. എന്തിൻ്റെ മുമ്പിലാണ്? ലഹരി എന്ന വിപത്തിൻ്റെ മുമ്പിൽ നിൽക്കുക. സത്യത്തിൽ ഈ മനുഷ്യൻ്റെ ഉണ്മയെ തന്നെ നശിപ്പിക്കുന്ന ഈ ദുരന്തത്തിലേക്ക് പോകാനുള്ള കാര്യം എന്താ? ഒറ്റ കാര്യമാണ്, മനുഷ്യൻ്റെ അകത്തുള്ളൊരു ദാഹം. എല്ലാ മനുഷ്യൻ്റെ അകത്തൊരു സ്വകാര്യ ശൂന്യതയുണ്ട്. ആ ശൂന്യത നിറയ്ക്കുന്നത് ദൈവാനുഭവം കൊണ്ടാണ്. പക്ഷേ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് വഴി നിറയ്ക്കാനാണ് മനുഷ്യൻ നോക്കുക. ടെൻഷൻ അടിച്ചിരിക്കുന്ന ഈ മക്കൾക്കിടെ അവർ കൊണ്ട് ലഹരി കൊടുക്കും. പിള്ളേർക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. പരീക്ഷ എഴുതുന്നതിൻ്റെ തലേദിവസം പിള്ളേർക്കെല്ലാം അമ്മമാരോട് ഭയങ്കര ഇഷ്ടം വരുന്നൊരു ദിവസമുണ്ട്. എന്നാ? പരീക്ഷയുടെ ദിവസമാണ്. അമ്മ എന്ത് ചെയ്തോണം? ഇടം വലം പോയേക്കരുത്. അമ്മ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചോണം കേട്ടോ, പ്രാർത്ഥിച്ചോണം. അമ്മ പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്ന് വിശ്വാസമുള്ളത് എപ്പോഴാണ്? പരീക്ഷയുടെ തലേദിവസം. അന്ന് പ്രാർത്ഥിക്കണം, അന്ന് അമ്മ വേണം പരീക്ഷയിൽ പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഈ ടെൻഷൻ അടിച്ചിരിക്കുന്ന മക്കൾക്ക് കൂട്ടുകാരെ കൊണ്ട് കൊടുക്കുന്ന സമ്മാനമാണ് വേണ്ട ടെൻഷൻ റിലീസാണ്. ഇതെന്തുകൊണ്ടാണ് കൊടുക്കുക? ഈ ദാഹം, മനുഷ്യൻ്റെ അകത്ത് കിടക്കുന്ന ആ അന്തർദാഹത്തെ പരിഹരിക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് വഴി അവർ ലഹരി കൊടുക്കുക. എല്ലാ മനുഷ്യൻ്റെ അകത്തും ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യത കർത്താവിനാൽ മാത്രമേ തീരത്തുള്ളൂ. പക്ഷേ ഇവൾ ആ ശൂന്യത പരിഹരിക്കാൻ നോക്കിയത് എങ്ങനെയായി? സ്ത്രീ. നിനക്ക് 6 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിൻ്റെ ഭർത്താവൻ. അമിതമായ ലൈംഗിക അരാജകത്വത്തിലൂടെ, വഴിവെട്ട ജീവിതത്തിലൂടെ അവൾ ഏതോ ഒരു ദാഹത്തെ, ഒരു പക്ഷേ അവളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ ഒത്തിരി മുറിവുകളുള്ളൊരു സ്ത്രീ ആയിരിക്കാം. ഞാൻ ആ സ്ത്രീയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അവളുടെ അപ്പനും അമ്മയും ഡിവോഴ്സ് ആയിരിക്കാം ഇന്നത്തെ ഭാഷയിൽ. അങ്ങനെ എവിടെ അല്ലെങ്കിൽ കൊച്ചിലായിട്ട് അബ്യൂസ്ഡായി പോയ ഒരു കുട്ടിയായിരിക്കാം. എന്തൊക്കെയായാലും അവൾക്കുണ്ടായ വൈരാഗ്യമോ സമൂഹത്തോടുള്ള വിരക്തിയോ അവിടെ അകത്തുള്ള അന്തർദാഹവും ഒക്കെ അവളെ കൊണ്ടെത്തിച്ചത് മേച്ഛതയുടെ ഒരു വഴിയില്ല. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ നിൻ്റെ ഭർത്താവൻ. കർത്താവ് അവളെ നോക്കിയിട്ട് പറയുക, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും എന്തു ചെയ്യും? ദാഹിക്കും. അതുതന്നെയാണ് ലഹരിയുടെ ലോകത്തൊക്കെ പറ്റുന്നത്. ഇത് കുടിക്കുന്നവർ, ഇത് എടുക്കുന്നവർക്ക് പിന്നെയും എന്തു ചെയ്യും? ദാഹിക്കും. അവർ പിന്നെയും പോകും. ടെൻഷൻ മാറ്റും എന്നുള്ളത് സത്യം കേട്ടോ. ആംബറുടെ ആ ടെൻഷൻ ടെമ്പററി റിലീസ് ഉണ്ടാകും. ഞാനൊരു രസകരമായൊരു സംഭവം കേട്ടു. ഞങ്ങളുടെ നാട്ടിലെ ഒരു കോളേജുമായിട്ട് ബന്ധപ്പെട്ട തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഒരു പയ്യൻ, വലിയ വീട്ടിലെ കൊച്ചനാണ്, അവനൊരു സാധനം എടുത്തുകൊണ്ട് അവൻ ഇങ്ങനെ നിലത്തിരിക്കുക. എല്ലാവരും ഇവൻ ഈ പോച്ച പറിച്ചുകൊണ്ടാണ് ഈ സാധനം എടുത്തേ. ഈ പോച്ച ഇങ്ങനെ പിടിച്ച് പറിച്ചുകൊണ്ട് ഈ സാധനം എടുത്തു. ഏതായാലും ആ വലിയ വീട്ടിലെ കൊച്ചൻ, ജീവിതത്തിൽ ഇന്ന് വരെ പോച്ച പറിക്കാത്ത കൊച്ചൻ, 1.5 ഏക്കർ തോട്ടത്തിലെ മുഴുവൻ പോച്ചയും പറിച്ചു. കുന്നൊന്ന്, കുന്ന് 2, കുന്ന് 2 എന്ന് പറഞ്ഞു കൂട്ടുകയാണ്. കാരണം അവനത് ബോധമില്ല. അവൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ത് ചെയ്യുക?
ചെയ്യുക. പോച്ച പറിച്ച് കൂട്ടിയൊന്നും അവൻ അറിയുന്നില്ല, അവൻ പോച്ച പറിച്ച് കൂട്ടുകയാണ്. അപ്പം മനുഷ്യരുടെ ദാഹത്തെ താൽക്കാലികമായി ശമിപ്പിക്കുവാൻ ഇതിന് കഴിവുണ്ടെങ്കിലും പിന്നെയും അവരെ നിരാശയിലേക്ക് തള്ളിവിടുക ആ ദുരന്തമാണ്. ഈ ദുരന്തത്തിൻ്റെ ഏക പരിഹാരം ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് എഫേസ് ലേഖനം പറയുന്നു, നിങ്ങൾ വീഞ്ഞു കുടിച്ച് അതിനാൽ എന്തുണ്ടാകും? അടുത്ത വാക്യം അതിനോട് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും വീഞ്ഞു കുടിച്ച് മത്തരാകും, ദുർനടപ്പുണ്ടാകും. അതാണ് കേരളത്തിൽ സംഭവിക്കുക, ദുർനടപ്പുണ്ടാകും. എന്നാൽ ആത്മാവ് നിറഞ്ഞാൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ദൈവത്തെ എന്ത് ചെയ്യാൻ തുടങ്ങും? മഹത്വപ്പെടുത്താൻ തുടങ്ങും. ഈ സമൂഹത്തിൻ്റെ ഏക പരിഹാരം ക്രിസ്തു അവരുടെ ഹൃദയങ്ങളിൽ വാഴുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേശത്തിന് വേണ്ടി, ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കരങ്ങളെല്ലാം ഉയർത്തി പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ മക്കളുടെ അകത്തെ ദാഹം തീർക്കുന്ന ക്രിസ്താനുഭവം കൊണ്ട്, ദൈവാനുഭവം കൊണ്ട്, അവർക്കെല്ലാം ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായ അവരുടെ അകത്തേക്ക് ക്രിസ്തു വന്നാൽ പിന്നെ അവരെ ഒരിക്കലും ഇതിൻ്റെ പുറകെ പോകില്ല. അവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ പിന്നെ അവരിതിന് പോകില്ല. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും. ഇവിടെ അവൾ സബ്സ്റ്റിറ്റ്യൂട്ടിൽ അവൾ ദാഹം തീർക്കാൻ പോക്കുകയാണ്. 5 ഭർത്താക്കന്മാർ വഴിവിട്ട ജീവിതത്തിൻ്റെ തിന്മയുടെ മ്ലേച്ഛതയുടെ പാതയിലൂടെ സഞ്ചരിച്ച് ഏതോ ദാഹത്തെ തീർക്കുവാൻ ശ്രമിച്ചിട്ട് പിന്നെയും തീർക്കാൻ കഴിയാതെ ദാഹിച്ച് വന്നിരിക്കുന്ന അവളോട് കർത്താവ് പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും, എന്നിൽ നിന്ന് കുടിക്കുന്നവന് അത് നിത്യജീവങ്ങളിലേക്ക് പൊങ്ങുന്ന നീരുറവിയായി മാറും. ഈ സമൂഹത്തിൻ്റെ ഏക പരിഹാരം കർത്താവാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. വലിയ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നടക്കുവാൻ ആത്മഭാരത്തോടെ പ്രവർത്തിച്ച് പോലീസിന് അതിനെ മാറ്റാൻ ഒക്കത്തില്ല. കുറച്ച് 100, 300, 500 കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടൊന്നും ഇതൊന്നും തീരാൻ പോകുന്നില്ല. തീരാനുള്ള ഏക പരിഹാരം ഓരോ മക്കളുടെ ഹൃദയത്തിലേക്കും കർത്താവ് വാണരുള്ളൂ. സഭയ്ക്ക് മാത്രമേ ഇതിന് ഉത്തരം പറയാനുള്ളൂ, നമുക്ക് മാത്രമേ ഇതിന് സന്ദേശം കൊടുക്കാനുള്ളൂ. അടികൊണ്ടോ ഇടികൊണ്ടോ, പ്രിയമുള്ളവരെ, ഡി അഡിക്ഷൻ സെൻറ്റർ കൊണ്ടോ ഒക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരാം. പലതും താൽക്കാലികമാണ്. പിന്നെയും ഏത് നിമിഷവും അവർ ഫ്ലിപ്പായി പോകാം, അവർ വീണു പോകാം. എന്ന ക്രിസ്തു അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ തിരിച്ചു പോകത്തില്ല. കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴിവട്ട ജീവിതത്തിലൂടെ പോകുന്നവർ കർത്താവിനാൽ ഒരു എൻകൗണ്ടർ ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം എന്തു ചെയ്യും? പിന്നെയും ദാഹിക്കും. എന്നിട്ട് അവളുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ 4-ാം അധ്യായം, ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ആ സഹോദരി പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ എവിടെ ആരാധിച്ചു? ആ മലയിൽ ആരാധിച്ചു. ഇതൊക്കെയാണെങ്കിലും അവൾ റിലീജിയസ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഇതാണ് നമുക്ക് ഭയങ്കര കാര്യം. ഈ തെറ്റിപ്പോകുന്ന മക്കൾക്കൊക്കെ അടിസ്ഥാനപരമായി അല്പം ദൈവബോധമുണ്ട്. അതുകൊണ്ട് അവർ പലപ്പോഴും ശരിക്ക് പൂസായ ദൈവകാര്യങ്ങൾ സംസാരിക്കും. ഞങ്ങളുടെ അതുവഴി പോകുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. പുള്ളി അടിച്ച് പൂക്കായി കഞ്ചാവ് അടിച്ച് പോകുമ്പോൾ വിളിച്ചു പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇത് പറഞ്ഞിട്ടാണ് പുള്ളി പോവുക. കാരണം അകത്തെവിടെയോ ഒരു ദൈവബോധമുണ്ട്. ഈ കുട്ടി പറയുന്നുണ്ട്, ഞങ്ങളുടെ പിതാക്കന്മാർ എവിടെ ആരാധിച്ചത്? അവിടെ ആരാധിച്ചത്. അപ്പം കർത്താവിനോട് പറയുന്നു, നീ ആരാധനയെക്കുറിച്ചല്ലേ പറയുന്നത്, പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം പറയുന്നു, എന്നെ സത്യനമസ്കാരികൾ പിതാവിനെ എങ്ങനെ ആരാധിക്കും? ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം ആരാകുന്നു? ആത്മാവാകുന്നു. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുക. അവരോട് പറയുകയാണ്, ഇവർ സംസാരിച്ച് വരുമ്പോൾ കർത്താവോട് പറയുകയാണ്, സത്യനമസ്കാരികൾ പിതാവിനെ, അതിൻ്റെ 23-ാം വാക്യം, നാഴിക വരുന്നു ഇപ്പോൾ തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. 24-ാം വാക്യം, ദൈവം ആരാകുന്നു? ആത്മാവ്. അപ്പോൾ പുതുജനനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഒരു പുതിയ ആരാധനയാണ്. ആ പുതിയ ആരാധനയുടെ പ്രത്യേകത അത് സ്ഥാനത്തിനല്ല, സ്ഥലത്തിനല്ല പിന്നെ പ്രാധാന്യം. പിന്നെ സത്യനമസ്കാരികൾ പിതാവിനെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അതിനൊരു റീസണുണ്ട്. ദൈവം ആരാകുന്നു? ആത്മാവാണ്. ഗോഡ് ഈസ് സ്പിരിറ്റ്, ഗോഡ് ഈസ് ലവ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോഴുള്ള കർത്താവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ദൈവം ആരാകുന്നു? ആത്മാവാകും. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ദൈവം ആരാകുന്നു? ആത്മാവാകുന്ന ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആത്മാവിലും സത്യത്തിലും. എന്തുകൊണ്ടാണ്
അവിടെ പിതാവിനെ അവർ ആരാധിക്കുന്നു, അവർ ആരാധനയുടെ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പുതിയ ഒരു ആരാധനയെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ ആരാധന അവിടെയുള്ള ദാഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കർത്താവ് പറയുന്നു ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. പക്ഷേ പുതുജന്മം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പുതിയ ആരാധനയാണ്. ആ പുതിയ ആരാധനയുടെ പ്രത്യേകത, അവർ ആത്മാവാം ദൈവത്തെ എങ്ങനെ ആരാധിക്കും? ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ആത്മാവിലും സത്യത്തിൽ. എനിക്കത് പറയാൻ ഭയങ്കര സന്തോഷമാണ്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയാണ്. ഞാനത് പറയാനൊരു കാരണമുണ്ട്. ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും അപമാനിക്കപ്പെട്ടിട്ടുള്ളതും, ഒരു പക്ഷേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ന് അത്രയും കുറവാണ്, ഏറ്റവും കൂടുതൽ കളിയാക്കപ്പെട്ടിട്ടുള്ളതും ഒറ്റ കാര്യത്തിൻ്റെ പേരില. എന്തിൻ്റെ പേരില? അന്യഭാഷയുടെ പേരിൽ. അന്യഭാഷയുടെ പേര് കണ്ടമാനം കളിയാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നങ്ങനെ അന്യഭാഷയുടെ പേര് കളിയാക്കാൻ ഒക്കില്ല. കാരണം ക്രൈസ്തവരായ ഒത്തിരി പേര് ആത്മാവിൽ ആരാധിക്കുന്നവരുണ്ട്. കരിസ്മാറ്റിക് ധ്യാന ഗുരുക്കന്മാർ, അവിടുത്തെ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ എന്തുണ്ട്? അന്യഭാഷയുണ്ട്. ഞാനൊരു കാത്തോലിക്ക സെമിനാരിൽ പഠിച്ചാണ്. എന്നോടൊപ്പം ഉണ്ടായിരുന്ന അച്ഛന്മാർ, കരിസ്മാറ്റിക് അച്ഛന്മാരൊക്കെ ഉണ്ട്. അവർ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം കരിസ്മാറ്റിക് ധ്യാന ഗുരുക്കളൊക്കെ എന്ത് പാടുന്നുണ്ട്? ആത്മാവിൽ പാടുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്. മർത്തോമാ സഭയിലെ കൂട്ടായ്മകളിൽ എന്തുണ്ട്? അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്. ഇതെല്ലാം ഞാൻ കാണുന്ന കാര്യമാണ്, ഞാനും പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരെല്ലാം ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം കണ്ടു. അവർ ഞായറാഴ്ച പറയത്തില്ല. ഞായറാഴ്ച എവിടെ പോകും? എല്ലാ റെസ്പെക്റ്റോടാണ് പറയും. ഞായറാഴ്ച എവിടെ പോകും? പള്ളിയിൽ പോകും, മാന്യമായിട്ട് ആരാധിച്ചിട്ട് വരും. പക്ഷേ തിങ്കൾ മുതൽ ശനി വരെ എന്തിൽ ആരാധിക്കും? ആത്മാവ്. അപ്പം ഞാൻ എൻ്റെ സമൂഹത്തെ നോക്കി, ഇനി എന്തോ വ്യത്യാസം, അവർ തിങ്കൾ മുതൽ ശനി വരെ മിണ്ടത്തില്ല എന്ന് മാത്രം പറയും, ഞായറാഴ്ച മാത്രം പറയും. ഇതാണ് അവിടുത്തെ അപകടം. ആത്മാവാൻ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിൽ ആരാധിക്കണം. എല്ലാവരും പറഞ്ഞാൽ ആത്മാവാൻ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? അതിനാണ് ഈ ആത്മസ്നാനത്തിൻ്റെ പ്രാധാന്യം. കാരണം ദൈവം ആരാകുന്നു? ആത്മാവാൻ ദൈവത്തെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഗുരു നിത്യചൈതന്യ യതി എന്ന് പറയുന്ന ഭയങ്കര ഹൈന്ദവ ദാർശനികനായിരുന്ന ആ സന്യാസി, വലിയ മനുഷ്യനാണ് അയാൾ, വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു ലേഖനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുറേ പേപ്പർ കട്ടിങ് ഉണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ പേപ്പർ കട്ടിങ്ങിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം തൻ്റെ സന്ദർശനത്തിനിടെ ഒരു പെന്തക്കോസ്ത് ദേവാലയത്തിൻ്റെ പുറകിൽ പോയിരുന്നു. ഈ വലിയ മനുഷ്യൻ, വലിയ സന്യാസി, അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പുറകെ ഇരുന്നു, അദ്ദേഹം എഴുതുകയാണ്. അദ്ദേഹം ലേഖനത്തിൽ എഴുതിയതാണ്. അവരുടെ പാട്ടിൻ്റെ ഒടുവിൽ അവരെല്ലാവരും കണ്ണുകൾ അടയ്ക്കുന്നു. എന്നിട്ട് അവരെന്തൊക്കെയോ ഭാഷ പറയുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, അവരുടെ മുഖങ്ങളിലൊരു തേജസ് ഉണ്ടായിരുന്നു. അവരദൃശ്യമായ ഒരാളോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അവരദൃശ്യമായ ആരോടോ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് ഇന്ത്യയുടെ ദാർശനികാചാര്യന്മാരിൽ ഒരാളായിരുന്ന ഗുരു നിത്യചൈതന്യം എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ഒരു കാര്യം ഓർത്തോണേ, ആത്മാവാം ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിൽ ആരാധിക്കണം. ദൈവം ആരാകുന്നു? അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ എഫെസോസിൽ വെച്ച് പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് എന്ത് പ്രാപിച്ചോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത്? ആത്മാവാൻ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിൽ ആരാധിക്കും. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവമാത്മാവാകുന്നു. ആത്മാവാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. കണ്ണുകളെല്ലാം അടച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മനസ്സെല്ലാം ഒന്ന് അതുകൊണ്ടാണ് പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്തുതിക്കണം. എൻ്റെ എല്ലാ പൊന്നു മക്കളോടും പറയട്ടെ, പ്രിയമുള്ളവരെ, ദൈവം ആത്മാവാകുന്നു. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? പഴയ ആരാധനയല്ല, പഴയ മാമൂലുകളല്ല, പുതിയൊരാരാധന യോഹന്നാൻ പറയുകയാണ്. ആ ആരാധന പ്രത്യേകത ആത്മാവാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയാണ്. ആത്മാവാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയാണ്. ഒരുപക്ഷെ ആത്മാവിലുള്ള ആരാധന അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരുപക്ഷെ അപമാനിക്കപ്പെടാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണേ, അദൃശ്യമായ ദൈവത്തോട് ആത്മാവിൽ സംസാരിക്കാൻ ലഭിക്കുന്ന മഹത്തായ ഒരു അനുഭവമാണ്. അതിൽ സന്തോഷമുള്ളവരൊക്കെ ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്തേ. ആ അനുഭവം ഒരിക്കലും ഒരു അപമാനമല്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സംഭവമുണ്ട്. എൻ്റെ നാട്ടിലുണ്ട്, എൻ്റെ സഭയിലുണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട ചേച്ചി. ആ ചേച്ചി മരണപ്പെട്ടു പോയി. എന്നാൽ ആ ചേച്ചിക്ക് തനിക്ക് ഭയങ്കര അത്യപൂർവമായ ഒരു പ്രയാസം ഉണ്ടായി, പാൻക്രിയാസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതൊരു മേജർ ശസ്ത്രക്രിയയ്ക്ക് താൻ വിധേയപ്പെടുന്നവർ. ആ സമയത്ത് ഞാനും അവിടെയുണ്ട്.
എറണാകുളത്തുള്ളൊരു പ്രശസ്തമായ ഹോസ്പിറ്റലാണ് അദ്ദേഹം ആ ചേച്ചിയെ ഓപ്പറേഷൻ ചെയ്തത്. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അന്ന് ആ മേഖലയിലുള്ള അതിപ്രാവീണ്യം ലഭിച്ച ഡോക്ടറെ ചെന്നൈയിൽ നിന്ന് വരുത്തി. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ സായി, ഒരു ബ്രാഹ്മൺ കൺവേർട്ടാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ന്യൂലി കൺവേർട്ടായിട്ടുള്ള ഒരു വലിയ പ്രശസ്തനായ ഡോക്ടർ. അദ്ദേഹം വന്നിട്ട് ഈ ചേച്ചിയെ ഓപ്പറേഷന് മുമ്പ് തന്നെ ഒന്ന് പരിശോധിക്കുകയാണ്. സ്റ്റെത്തൊക്കെ വെച്ച് ഈ രോഗിയെ ഓപ്പറേഷന് മുമ്പ് ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹം പതുക്കെ ഇങ്ങനെ പാടിക്കൊണ്ടാണ് പരിശോധിക്കുക. അയാളൊരു വിശ്വാസിയാണ്. അദ്ദേഹം ഇങ്ങനെ സ്റ്റെത്ത് വെച്ച് പാടിയപ്പോൾ അദ്ദേഹം അറിയാതെ മൂളി ഉണ്ണം വെച്ച ഈ തമിഴ്നാട് കണ്ണിൻ മുമ്പിൽ പതറ. എന്നിട്ട് പുള്ളി പതുക്കെ അന്യഭാഷ പാടി. ചേച്ചിയും ആ ബെഡേ കിടന്നുകൊണ്ട് പാടി. പുള്ളി പതുക്കെ ചോദിച്ചു, ബോൺ അഗൈൻ? യെസ്. സ്പിരിറ്റ് ഫിൽഡ്? യെസ്. പുള്ളിയുടെ ഫീസ് 2,00,000 രൂപ. പുള്ളി പറഞ്ഞു ഓപ്പറേഷൻ ഫ്രീ, കാശ് വേണ്ട. 1 രൂപ മേടിക്കാതെ ആ മനുഷ്യൻ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഓപ്പറേഷൻ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വരണോ വേണ്ട ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്കൊരു, കാരണം BP സ്റ്റേബിളായിട്ട് നിന്നില്ലെങ്കിൽ ഓപ്പറേഷൻ സക്സസ് ആകത്തില്ല. അപ്പം കർത്താവ് ഒരു വചനം കൊടുത്തു. യോശുവ ഇങ്ങനെ സൂര്യൻ അവിടെ നിൽക്കുന്നില്ലേ, ആ ഒരു വചനം കൊടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അദ്ദേഹം ആ മുഴുവൻ ഓപ്പറേഷൻ ചെയ്തു തീർത്തത് ആത്മാവിൽ പാടിക്കൊണ്ടാണ്. അത് പിന്നെ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം പറയാം, ആത്മാവിൽ പാടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അതൊരു അപമാനമല്ല, അതൊരു അഭിമാനമാണ്. അതൊരു അപമാനമല്ല, അതൊരു അഭിമാനമാണ്. അത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മേടിക്കണം. അത് ലഭിച്ചവർ അതിനെ പൊന്നും കുടം പോലെ സൂക്ഷിച്ചോണം, കളയരുത്, ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, നഷ്ടപ്പെടുത്തരുത്, നഷ്ടപ്പെടുത്തരുത്. ലഭിക്കാത്തവർ പ്രിയമുള്ളവരെ മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ലൂക്കോസ് 11 പറയുന്നു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവാം ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിൽ ആരാധിക്കണം. സഭയുടെ മതിൽക്കെട്ടുകൾക്കപ്പുറത്താണത്. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, അതിനെ ആഗ്രഹിക്കണം. സങ്കീർത്തനം 107, ആർത്തിയുള്ളവന് തൃപ്തി വരുത്തും, വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കും. ഇരുകരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ഒന്ന് ചേർത്ത് ശക്തിയോടെ കർത്താവ് കരങ്ങളടിച്ചേ. ഇരുകരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ചേർത്ത് ശക്തിയോടെ കരങ്ങളടിച്ച്, ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ആത്മാവാം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. ആത്മാവാം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. ആത്മാവിൽ, ആത്മാവിൽ ഒട്ടും കുറയ്ക്കരുത്. ആത്മാവിൽ ആരാധിക്കണം. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാകും, ദൈവം ആത്മാവാകും. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പിതാവേ നന്ദി, പുത്രൻ കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവാം ദൈവമേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന, ത്രിയേക ദൈവമേ ആരാധന, 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 ആരാധന. ആത്മാവാം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക. ആത്മാവാം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക. ആത്മാവാം ദൈവത്തെ അധികം ആത്മാവിൽ ആരാധിക്കുക. ആത്മാവിനാൽ ദൈവത്തെ, ആത്മാവാം ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. അതൊരു അപമാനമല്ല, അതൊരു അപമാനമല്ല, അതൊരു അഭിമാനമാണ്. കുഞ്ഞെ, അതൊരു അപമാനമായി കരുതരുത്, അതൊരു അപമാനമായി കരുതരുത്, അതൊരു അഭിമാനമായി കാണണം. പണം വന്നതുകൊണ്ട് അത് കുറയരുത്, നന്മ കിട്ടിയത് കൊണ്ട് അത് കുറയരുത്, വലിയ കാർ ലഭിച്ചത് കൊണ്ട് അത് കുറയരുത്, വലിയ ബന്ധങ്ങളുണ്ടായത് കൊണ്ട് അത് കുറയരുത്. അത് കൂടുകയേ ചെയ്യാവൂ, കൂടുകയേ ചെയ്യാവൂ, കൂടുകയേ ചെയ്യാവൂ. പരിശുദ്ധാത്മാവൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണം. യേശുവേ, യേശുവേ നന്ദി, യേശുവേ, യേശുവേ സ്തുതി അപ്പ, യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഇന്ന് വരെ അങ്ങനൊരു അനുഭവം ഉണ്ടാകായിട്ടില്ലെങ്കിൽ അതില്ലെന്നർത്ഥമില്ല കേട്ടോ. ആ അനുഭവം ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് അതില്ലെന്നർത്ഥമില്ല. കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, സത്യമാണെങ്കിൽ എനിക്കിത് വേണം, ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ എനിക്കിത് തരണം.
ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ എനിക്കിത് വേണം കർത്താവേ. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പ്രാർത്ഥിച്ച് ആത്മാവ് വരുമ്പോൾ, അത് ഒഴുകുമ്പോൾ കണ്ടത്തിന്റെ വയൽ വരമ്പുകളെല്ലാം നികന്ന് ഒറ്റ പുരയിടമായി മാറുന്നത് പോലെ നടിച്ചുവരുകളെല്ലാം മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വീടിനകത്ത് പരിശുദ്ധാത്മാവ് മറ്റു പലതിൻ്റെയും പുറകെ പോകുന്ന ദാഹിച്ച് പോകുന്ന മക്കളെല്ലാം ഈ നദി വന്ന് കുടിക്കണം. മറ്റ് നദികളിൽ പോയി കുടിച്ച് ഭാവി നശിപ്പിക്കുന്ന എല്ലാ മക്കളും ഈ നദിക്കകത്ത് കുടിക്കണം. നമ്മുടെ വീടിനകത്തൂടി നദി ഒഴുകണം. ഏസ്കേല് കണ്ടതുപോലെ നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത നമ്മുടെ ഭവനങ്ങളിലൂടെ നദി ഒഴുകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈ നദി ഒഴുകട്ടെ. ഏസ്കേല് കണ്ട നദി ഒഴുകട്ടെ. ആ പ്രവാഹത്തിൽ നാം ആകട്ടെ. ആത്മപ്രവാഹം ഒഴുകട്ടെ. ഒരു മഹാപ്രവാഹമായി ആ നദി ഒഴുകട്ടെ. Those who worship him must worship in spirit and truth. ആരാധന 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 ഒരു മഹാപ്രവാഹമായി സൗദിയുടെ മണ്ണിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഒഴുകുക ഒഴുകുക ഒഴുകുക. എല്ലാ ഭവനങ്ങളിലേക്കും അത് ഒഴുകട്ടെ. ഞങ്ങളുടെ യുവജനങ്ങളിലേക്ക് അത് ഒഴുകട്ടെ. ഞങ്ങളുടെ യങ്ങർ ജനറേഷനിലേക്ക് അത് ഒഴുകട്ടെ 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 ഒഴുകട്ടെ. പഠിക്കാൻ പോയ മക്കളിലേക്ക് അത് ഒഴുകട്ടെ. അങ്ങ് ദൂര സ്ഥലങ്ങളിലേക്ക് അത് ഒഴുകട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥിച്ച് God is spirit. Those who worship him must worship him in truth and spirit. ഒരു മഹാപ്രവാഹമായി എസ്കേല് പറയുന്നത് പോലെ ഒരു ആത്മപ്രവാഹമായി അത് നമ്മളെ മൂടുവാൻ എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പാടി പ്രാർത്ഥിച്ചേ. മഹാപ്രവാഹമായി ഒരു മഹാപ്രവാഹം സൗജന്യമായി ലോകത്തെ വീണ്ടവനേ, പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുക്കാതിരുന്ന പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുക്കാതിരുന്ന പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുക്കിയിടണമേ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ
അവിടുത്തെ വചനം കേട്ട് അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് സ്ത്രീയോട് പറഞ്ഞു. ആ സ്ത്രീ ചെയ്തൊരു കാര്യമുണ്ട്. അവൾ വന്നപ്പോൾ പാത്രങ്ങൾ വെച്ചിട്ട് താൻ ചെയ്തതൊക്കെയും തന്നോട് പറഞ്ഞ ഒരുവനെക്കുറിച്ച് അറിയിപ്പാൻ ആദ്യത്തെ ഒരു മിഷണറി യാത്രയായി പോവുകയാണ്. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ ലോകത്തിൻ്റെ ഏറ്റവും മ്ലേച്ഛതകളായ ഒരു സ്ഥലത്തൂടെ ഓടിപ്പോയവൾ ഇന്ന് ഏറ്റവും മേത്തരമായ ഒന്നിൻ്റെ വ്യക്താവായി മാറുകയാണ്. ഏറ്റവും മ്ലേച്ഛതകളിൽ കൂടെ പോയ ആ മകള് കർത്താവിനുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ മേത്തരമായ ഒരു സുവിശേഷത്തിൻ്റെ വ്യക്താവായി, ഒരു മിഷണറി വനിതയായി മാറുകയാണ്. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് നമ്മുടെ ക്രിസ്തുവിൻ്റെ ഇടമാണ്. കർത്താവിനെ കണ്ടാൽ, കർത്താവിനോട് സംസാരിച്ചാൽ, കർത്താവുമായിട്ട് സമയം ചെലവിട്ടാൽ അവിടെ അടിസ്ഥാനപരമായ രൂപാന്തരം ഉണ്ടാകുക. 4-ാം അധ്യായത്തിൻ്റെയൊക്കെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ വീണ്ടും നാം കാണുകയാണ് ഗലീലയിലെ കാനാവിലേക്ക് കർത്താവ് മടങ്ങി വരുന്നു. അവിടെ കഫർന്നഹൂമിൽ നിന്നൊരു വ്യക്തി വരികയാണ്. അന്ന് മകൻ രോഗിയായിരുന്നു. രാജഭൃത്യൻ ഇവിടെ ഉണ്ടായിരുന്നു, കഫർന്നഹൂമിലുണ്ടായിരുന്നു. യേശു യഹൂദേശത്തും ഗലീലെ വന്നു കേട്ട് അവൻ അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവിടുന്ന് വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവെ, പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു വലിയ സംഭവം ഉണ്ടാകുകയാണ്. അടയാളങ്ങളിൽ 3-ാമത്തെ അടയാളം നമ്മളിവിടെ കാണുകയാണ്. യോഹന്നാൻ ഉപയോഗിക്കുന്ന വാക്ക് അത്ഭുതങ്ങൾ എന്നല്ല, അടയാളങ്ങളെന്ന്. രാജഭൃത്യൻ കഫർന്നഹൂമിലാണ്. കഫർന്നഹൂമിൽ നിന്ന് രാജഭൃത്യൻ കാനായിൽ കർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ വന്നിട്ട് പറയുന്നു, യേശുവേ, എൻ്റെ മകൻ എന്തായി? മരിപ്പാറായി, അവൻ്റെ മേൽ കൈവെക്കണമെന്ന് പറഞ്ഞു. അപ്പം കർത്താവ് അവനോട് ഇച്ചിരി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ പറയുന്ന ഒരു പച്ച മനുഷ്യനായി നിന്നുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നുണ്ട്, കർത്താവ്, ഉപദേശം കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. വരണം, എൻ്റെ കൊച്ചു മരിക്കാറായി, ഇപ്പോൾ എനിക്ക് പ്രസംഗം കേൾക്കാനുള്ള മാനസികാവസ്ഥയല്ല, അങ്ങ് വന്ന് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം. കർത്താവ് അവനോട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, പൊയ്ക്കോ, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അവൻ വിശ്വസിച്ചിട്ട് പോയി. അവനങ്ങനെ പോകുമ്പോൾ ദാസന്മാർ അവനെ എതിരേറ്റ് വന്ന് പറഞ്ഞു, മകൻ, അവൻ വന്ന നാഴിക, ഭേദം വന്ന നാഴിക അവനോട് ചോദിച്ചന് ഇന്നലെ 7 മണി. അപ്പോൾ ഇന്ന് സമയം മാറി, ഇന്നലെ 7 മണി. അപ്പോൾ ഒരു ദിവസം എടുത്ത് കാണാൻ അവിടം വരെ നടന്ന് ചെല്ലുകയാണ്. മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ട്. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങൾ അന്നില്ല. രാജഭൃത്യൻ അവിടെ ചെല്ലുമ്പോൾ മണിക്കൂറുകളെത്തി. പക്ഷേ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. രാജഭൃത്യൻ വന്നത് കഫർന്നഹൂമിൽ നിന്നാണ്. കാനായി വെച്ചാണ് കർത്താവിനെ കാണുന്നത്. കർത്താവ് ഒറ്റ വാക്ക് പറഞ്ഞു, പൊയ്ക്കോ, നിൻ്റെ മകൻ എന്ത് ചെയ്തിരിക്കുന്നു? ജീവിച്ചിരിക്കുന്നു. ആ ക്ഷണം അങ്ങ് ദൂരെ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ത് ചെയ്തു? വെളിപ്പെട്ടു. ആ മകൻ എന്ത് വന്നു? സുഖം വന്നു. എൻ്റെ കർത്താവിന് ഈ പുതിയ ആരാധന വെളിപ്പെടുന്നിടത്ത് അകലങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കും, ദൂരെ അത്ഭുതം നടക്കും. വിശ്വസിക്കുന്നുണ്ടോ? ദൂരെ അത്ഭുതം നടക്കും. ഞാൻ 1-2 അനുഭവങ്ങൾ പറയാം. ദൂരെ അത്ഭുതം നടക്കും. 1 വ്യക്തിപരം, 2 ശുശ്രൂഷ. ഞാനൊരു സഭയിൽ ശുശ്രൂഷിക്കാനായിട്ട് പോയി. വളരെ ശാന്തമായിട്ടാണ് ഇവൻ പറയും. അപ്പോൾ അവിടെ ആ സഭയിലെ മീറ്റിംഗ് 6 മണിക്ക് തുടങ്ങും, 8:30 കഴിയും. മക്കൾക്കും പേരൻസിനും വേണ്ടിയുള്ള പരീക്ഷയ്ക്കും അതോ അടുത്ത ഈ കോഴ്സിനൊക്കെ പോകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളുടെ കുടുംബ സംഗമം പോലെ നടത്തപ്പെട്ട ഒരു മീറ്റിങ്ങിൽ എളിവൻ ശുശ്രൂഷിക്കാനായിട്ട് പോയി. പക്ഷേ 8:30 ആയപ്പോൾ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. കുഞ്ഞുങ്ങളൊക്കെ നിന്ന് കരയുന്നു. അപ്പം ഞാൻ പറഞ്ഞു, കുടുംബങ്ങളായി ഇന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ കുടുംബങ്ങളായി ഇന്ന് പ്രാർത്ഥന രാത്രി വൈകി തുടരുകയാണ്. 12 12:30 ആൾക്കാർ പോകാതെ നിൽക്കുക. പിന്നെ കുറേ പേര് കുടുംബങ്ങളായി വന്ന് പ്രാർത്ഥിച്ച് പിരിയുന്നു. അപ്പോൾ എന്നെ കാത്ത് എനിക്ക് മനസ്സിലായി ഒരമ്മ അവിടെ നിൽപ്പുണ്ട്. ആ അമ്മയ്ക്ക് എന്നോട് സംസാരിക്കാനാണെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി. ആളുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോൾ ഈ അമ്മ എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, പാസ്റ്ററേ, ഒരു വലിയ മഹാത്ഭുതം ഉണ്ടായി. ഞാൻ ചോദിച്ചു, എന്താണ്? എൻ്റെ കുഞ്ഞ് കേരളത്തിന് പുറത്ത് ഇന്ന സ്ഥലത്താണ് പഠിക്കുക, മെഡിക്കൽ കോഴ്സാണ് ചെയ്യുക. അവൾ വരുമ്പോഴും പോകുമ്പോഴെല്ലാം അവിടെ കൂടെ മറ്റൊരു വിശ്വാസത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട ഒരു കുട്ടിയുമായിട്ടാണ് അവർ കൂട്ടുക. അപ്പം അവർ വരുന്നത് ഒന്നിച്ചാണ്, പോകുന്നത് ഒന്നിച്ചാണ്. അവർ വന്നാലും പോയ ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇത് അപകടമാണ്. അമ്മ മകളോട് പറഞ്ഞു, കുഞ്ഞെ, ഇത് നമുക്ക് പറ്റിയല്ല. എന്നാൽ അമ്മയുടെ അവൾ തട്ടിക്കയറി, അമ്മ, ഐ ആം മെച്ചുവേർഡ് ഇനഫ്, ഹീ ഈസ് മൈ ബെസ്റ്റി. അമ്മ പറഞ്ഞു, എന്നോ കുന്തായാലും കൊള്ളാം, ബെസ്റ്റി ആയാലും കൊള്ളാം, ചങ്കായാലും കൊള്ളാം, ഇത് അപകട. അമ്മയ്ക്കറിയത്തില്ല. അമ്മ, ഇത് ഭയങ്കര സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പാണ്. അമ്മ പറഞ്ഞു, മക്കളെ, ഇത് ഫ്രണ്ട്ഷിപ്പായാലും കൊള്ളാം, ഇത് അപകട. അമ്മയ്ക്കറിയാമല്ലോ, അമ്മ എത്ര പ്രായം
എത്ര എന്തെല്ലാം ലോകം കണ്ട. അവൾ പറഞ്ഞു അങ്ങനല്ല, ഇത് ഞങ്ങളുടെ നല്ല ബന്ധമാണ്. അമ്മയുടെ ചങ്കുരുകി അമ്മ പ്രാർത്ഥിക്കുക. അമ്മ പ്രാർത്ഥിച്ചു, ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. എവിടെ? ഈ യോഗത്തിൽ ഇരുന്നുകൊണ്ട്. അപ്പം കൊച്ചുമായിട്ട് അമ്മ പലപ്പോൾ പിന്നെ അമ്മ തർക്കിച്ചിട്ട് കാര്യമില്ല, പ്രാർത്ഥിക്കുക. അമ്മ കണ്ണീരോടെ ചങ്കുരുകി നെഞ്ചുരുകി അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി 11:30 കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് അമ്മയുടെ ഫോൺ സൈലൻ്റ് ആയിരുന്നു. പടപടപടപടാന്ന് ഫോൺ വന്ന് നോക്കിയപ്പോൾ അമ്മ കൊച്ചിൻ്റെ ഫോൺ. അമ്മ രാത്രി പുറത്തിറങ്ങി മോളെ വിളിച്ചു. എന്നാക്കളെ അമ്മ ഇപ്പോൾ എവിടാ? അമ്മ ചർച്ചിലാണ്. 11:30 മണിക്ക് ചർച്ചിലെന്തോ? മക്കളെ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ഭയങ്കര അനുഗ്രഹമാണ്, ഇവിടെ ഭയങ്കര പ്രാർത്ഥന നടക്കുക. അമ്മ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ അമ്മ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നീ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? അമ്മ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക? ട്രംപിന് വേണ്ടിയാ? അമ്മ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക? അമ്മ പിന്നല്ല ആർക്ക് വേണ്ടി? അമ്മ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ അമ്മയോട് തട്ടിക്കയറി. സമാധാനം ആയല്ലോ നിങ്ങൾക്ക് സമാധാനം ആയില്ല, നിങ്ങൾക്ക് സമാധാനം. ഇനി എങ്ങനെ നിങ്ങളങ്ങ് പ്രാർത്ഥന അങ്ങ് നിർത്തി, നിങ്ങൾക്ക് സമാധാനമായല്ലോ. എന്നെ പറ്റി ആ ചെറുക്കൻ വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ വെച്ച് ബന്ധം അവസാനിപ്പിക്കണം, ബന്ധം അവസാനിപ്പിക്കണം. അടുത്ത കയറ്റമാണ്. അതാണ് അത്. ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ എന്നെ നിങ്ങൾ എന്താണ് പറയുക, വെറും ഒരു മൂഢവിശ്വാസിയോ അന്ധവിശ്വാസിയോ ഒന്നും ആക്കരുത്. പെണ്ണ് വാഷ്റൂമിൽ കയറി അമ്മയ്ക്ക് കേൾക്കാം, എട്ട് ഛർദ്ദിക്കുകയാണ്. ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഒരു ഉദരബന്ധനം പൊട്ടിപ്പോവുകയാണ്. അത് ഞങ്ങളുടെ ഉപദേശമാരുടെ ഭാഷയാണ്. നിങ്ങൾക്ക് ആ ഭാഷ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചു. അപ്പോൾ ഏതായാലും ആ കുട്ടി സ്വതന്ത്രയെ. അപ്പോൾ എനിക്കൊരു കാര്യം അറിയാം, കർത്താവിൻ്റെ അടുക്ക വന്നാൽ ദൂരെ അത്ഭുതം നടക്കും. ഈ ആത്മാവിനുള്ള ആരാധന വെളിപ്പെടുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കൊണ്ട് ദൈവത്തോട് സങ്കടങ്ങൾ പറയുമ്പോൾ അങ്ങ് ദൂരെ കെട്ടുകൾ അഴിയും, ദൂരെ വിടുതലുണ്ടാകും. അതെപ്പോഴാണ്? ആ സെയിം സമയത്ത് ഉൽപ്പത്തി യോഹന്നാൻ 1 പറഞ്ഞ ദൈവത്തിൻ്റെ വചനമാണെന്ന് വീണ്ടും പ്രൂവ് ചെയ്യുക. സംഗീതം പറയുന്നു, ഞാൻ വചനം അയച്ച് അവരെ എന്ത് ചെയ്യും? പിടിവിക്കും. ഐശുവിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ അകത്ത് കയറി പ്രാർത്ഥിക്കാനൊക്കത്തില്ല. ഞങ്ങളുടെ ഉദ്ദേശമാർ ഇപ്പുറത്ത് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, പിതാവെ വിശ്വാസത്താൽ നിൻ്റെ വചനത്തെ അവിടത്തേക്ക് അയക്കുക. ഐശുവിനകത്ത് നമ്മളെ കേട്ടത്തില്ല, പക്ഷെ വചനത്തിന് മതിൽക്കെട്ടുകളില്ല, വചനത്തിന് അതിർവരമ്പുകളില്ല. രാജ്യരാജ്യാന്തരങ്ങൾ കടന്ന്, അതിർത്തികൾ കടന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കും. അങ്ങ് ദൂരെ അത്ഭുതം ഉണ്ടാകുക. രണ്ടാമത് ഒരു അനുഭവം പറയാനുള്ളത് വ്യക്തിപരമാണ്. ഞാനൊരു ശുശ്രൂഷയ്ക്കായിട്ട് UK പോവുകയാണ്. അപ്പം പിന്നെ എനിക്ക് പെട്ടെന്ന് വരാനൊക്കത്തില്ല. ഒരുക്കപ്പെട്ടൊരു മീറ്റിങ്ങും ക്രമീകൃതമായ മീറ്റിങ്ങുകൾ ക്രമീകരിച്ച് പോവുകയാണ്. പക്ഷേ അതൊരു വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞാൻ ഞായറാഴ്ച രാത്രി പോവുകയാണ്. അങ്ങനെ പോകാൻ വേണ്ടി ഇരിക്കുമ്പോൾ എൻ്റെ പെങ്ങൾ മരിച്ചുപോയ എൻ്റെ പെങ്ങളുണ്ട്. അവൾ കിഡ്നി പേഷ്യൻ്റായിരുന്നു. അവൾക്ക് പെട്ടെന്ന് സീരിയസ് ആയി, അവൾ ICUലായി, സെമി വെൻറ്റിലേറ്ററൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ മുറിക്കകത്ത് കയറിയപ്പോൾ ഇവളെന്നോട് പറഞ്ഞു, എടാ നീ പോവുകയാണെങ്കിൽ വരുമോ? ഞാൻ മരിച്ചാൽ വരുമോ? ഞാൻ മിക്കവാറും മരിക്കുമായിരിക്കും, എനിക്കും വയ്യ, മരിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു മരിക്കത്തൊന്നുമില്ല. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയല്ല, നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകണം, ബോഡി വെക്കണമെങ്കിൽ വെക്കാൻ പറയണം, വേണ്ട എങ്കിൽ വേണ്ട എന്ന് പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് അവൾ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഏതായാലും ഒരു ഉമ്മ വന്നിട്ട് പോകും, ചത്താ പിന്നെ കാണാനൊക്കെ. അപ്പം അവൾ അതുപോലൊരു സ്റ്റേജില്ല. ഞാൻ വീട്ടിൽ വന്ന് വല്ലാതെ സങ്കടപ്പെട്ട് രാത്രി നാളെ പോണോ വേണ്ട എന്നുള്ള ഭാരം. രാത്രി 2 മണിയായി. ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിച്ചപ്പം പെട്ടെന്ന് വേദോസം തുറന്ന് വായിക്കാൻ തുടങ്ങിയത് ഈ ഭാഗം, കഫർന്നഭൂമി എന്ന കാന. ഞാൻ ഗൂഗിളെടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഡിസ്റ്റൻസ് കൃത്യം ഞാൻ കിടന്ന സ്ഥലത്തുനിന്ന് ഹോസ്പിറ്റൽ വരെയുള്ള ദൂരമാണ്. അപ്പോൾ എനിക്ക് പിടി കിട്ടി ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്, പോകാനുള്ളൊരു സിഗ്നലാണ്. അന്ന് രാത്രി ദൈവം ICUന്ന് പുറത്തിറക്കി. ഞാനൊരു കാര്യം പറയാം, നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൂരെ അത്ഭുതങ്ങൾ നടക്കും. ഈ ആത്മാവിൽ കർത്താവ് പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെ ആരാധിക്കണം? ഈ ആരാധനയ്ക്കകത്ത് വിടുതലുണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് 100% സത്യമാണ്. ആത്മാവിനുള്ള ആരാധന വെളിപ്പെടുമ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അകല കെട്ടുകൾ അഴിയും, അകല ബന്ധനങ്ങൾ അഴിയും, അകലെ അത്ഭുതങ്ങൾ നടക്കും. ഇത് ഞങ്ങളുടെ അനുഭവമാണ്, അത് ദൈവമക്കളുടെ അനുഭവമാണ്. അങ്ങനെയെങ്കിൽ എല്ലാ കണ്ണുകളും അടച്ച് അകലങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 46 മുതലുള്ള വചനങ്ങളെ ആധാരമാക്കി എളിവനായ ദാസൻ ഇന്ന് പറയുമ്പോൾ, ഇവിടുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അകലെ നിങ്ങളുടെ ഓഫീസിൽ ദൈവപ്രവൃത്തി ഉണ്ടാകും, അകലെ നിങ്ങളുടെ മക്കൾ പഠിക്കുന്നിടത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകും,
അകലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്ത് ഒരു അത്ഭുതം ഉണ്ടാകും. ഇന്ന് ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വീടിനകത്ത് വിയോജിപ്പോടെ ഇരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടും. അകലെ ഒരത്ഭുതം ഉണ്ടാകും. അതൊരു പക്ഷേ ഇന്ത്യയിലായിരിക്കാം, കാനഡയിലായിരിക്കാം, UK-യിലായിരിക്കാം. എവിടെയാണ് ദൈവപ്രവൃത്തി അവിടെ ഒരു പക്ഷേ മക്കൾ കെട്ടിച്ചയച്ചിടത്ത് അവിടെ പ്രശ്നമായിരിക്കാം, അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകും. പഠിക്കാൻ പോയിടത്ത് എവിടെയെങ്കിലും കുരുക്കിപ്പെട്ടു എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ, അവിടെ ഒരു ദൈവപ്രവൃത്തി. അകലങ്ങളിൽ ഒരു വിടുതൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പ്രവൃത്തിയായി വെളിപ്പെടും. വചനം പറഞ്ഞാൽ വചനത്തിൻ്റെ പിന്നിൽ വിടുതലുകളുണ്ടാകും. എന്താണ്? ആത്മാവിൽ ആരാധിക്കുമ്പോൾ അവിടെ അകലെ ഒരു വിടുതലുണ്ടാക്കുക. കഫർന്നഹൂമിലെ രാജഭൃത്യൻ്റെ മകന് കാനായിൽ ഇരുന്നു കൊണ്ട് യേശു പറഞ്ഞപ്പോൾ കഫർന്നഹൂമിൽ സൗഖ്യമുണ്ടായെങ്കിൽ ഈ രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് കർത്താവേ, എൻ്റെ വീട്ടിലായിരിക്കുന്ന ഇന്നാരെ അവിടുത്തെ കെട്ടുകൾ അഴിക്കണമേ, എൻ്റെ ഭർത്താവിൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ ഓഫീസിൽ ഇന്ന പ്രശ്നം കർത്താവേ, എൻ്റെ ബിസിനസ് സ്ഥലത്ത് ഇന്ന പ്രശ്നം കർത്താവേ, ആ കുരുക്കിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തി അയക്കണമേ. കണ്ണുകളെല്ലാം അടച്ച് ആരും ആരെയും നോക്കാതെ അങ്ങനെ ഒരു വിഷയം. ഒരു മിനിറ്റ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് എവിടെയും ആയിക്കോട്ടെ, അങ്ങനെ ഒരു വിടുതലിൻ്റെ മുൻപിൽ എനിക്ക് ആവശ്യത്തോടെ വേദനപ്പെട്ടാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്. ഒന്നിലൊരു വീട്ടിലായിരിക്കാം, കമ്പനിയിലായിരിക്കാം, കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്തായിരിക്കാം, നാട്ടിലായിരിക്കാം, എവിടെയും ആയിരിക്കട്ടെ. ഇവിടല്ല അകലെ എനിക്കൊരു വിടുതൽ ആവശ്യമുണ്ടെന്നും കർത്താവിനോട് സീരിയസ് ആയിട്ട് പറയുന്നവരൊന്ന് കര ഉയർത്താമോ? ദൂരെ ഒരു വിടുതൽ എനിക്ക് ആവശ്യമുണ്ട്. പ്രാർത്ഥിച്ച് നിങ്ങൾ എവിടെയാണോ പ്രാർത്ഥന, ആ സ്ഥലം പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ്, വീട്ടിലാണെങ്കിൽ ഇന്ന സ്ഥലത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവ് ഇരിക്കുക, എൻ്റെ കുഞ്ഞിരിക്കുക, അല്ല ദൂരെ ഇന്നടത്തിരിക്കുക. ആ കെട്ടഴിക്കണം. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് 2-3 മിനിറ്റുകൾ നമുക്കുണ്ട്. സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ച്. അത് ഓഫീസിലാണെങ്കിൽ അവിടുത്തെ ഒരു അവിടുത്തെ ഒരു പ്രശ്നത്തിന് ദൈവം ഇവിടെ പരിഹാരം വരുത്തും. പൊയ്ക്കോ, നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിന്. അത് ജോലി സ്ഥലത്താണെങ്കിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചേ. കർത്താവെ, ആ ഓഫീസിൻ്റെ ഡെസ്കിൻ്റെ പേര് പറഞ്ഞ്, അവിടെ ഇരിക്കുന്ന ആളുടെ പേര് പറഞ്ഞ്, ആ പേപ്പർ പാസ് ചെയ്യേണ്ട ആളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചേ. റിഖാന, ഹത്തനിയ, റബനിയ, ഷഗനിയ, അംധന, റഗന, സഗന പറഞ്ഞ് പ്രാർത്ഥിക്കണേ. അതരം തുറന്ന് കർത്താവിനോട് പറയണം. ആരെയും ശ്രദ്ധിക്കരുത്, ആരെയും നോക്കരുത്. ഇത് നമ്മുടെ മാത്രം നിമിഷങ്ങളാണ്. നാമും കർത്താവും മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. കുഞ്ഞുങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് നാമും കർത്താവും മാത്രം. അത് രോഗസൗഖ്യമാണെങ്കിൽ അത്, ബന്ധനങ്ങൾ അഴിയേണ്ടതാണെങ്കിൽ അത്, ചില പേപ്പറുകൾ നീങ്ങേണ്ടതാണെങ്കിൽ അത്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന വ്യക്തിയെ തടഞ്ഞു വെച്ചിരിക്കുക, ഇന്ന സ്ഥലത്ത് അവനോട് ഇടപെടണം. പ്രാർത്ഥിച്ചോ. ദൂരെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി, ദൂരെ. ഞാൻ ഇന്നും അത് കണ്ടതാണ്. വളരെ പ്രമാദമായ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു സഹോദരൻ കുവൈറ്റിൽ ഇരുന്നു കൊണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. വളരെ വലിയൊരു വിഷയം. പക്ഷെ ഞാൻ പോരുന്നതിന് മുമ്പ് എനിക്ക് മെസ്സേജ് കിട്ടു, ദൈവം അതിന്മേൽ അത്ഭുതകരമായൊരു ഇടപെടലുണ്ടായി. എന്നെ കമ്പനി വിളിപ്പിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ ഒരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടായി. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൂരെ അത്ഭുതം നടക്കും. ദൂരെ ഷഖന, ആന്ധുനി, റീഖാന, റഗന, ഹത്തന, ദൂരെ ദൈവപ്രവൃത്തി. അകലെ ഒരു അത്ഭുതം നടക്കട്ടത്. അകലെ ഒരു അത്ഭുതം നടക്കട്ടെ. കർത്താവിനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചേ, ആർദ്രമായി പ്രാർത്ഥിച്ചേ. ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണേ. കർത്താവ്, ഇന്ന വിഷയത്തിന് വേണ്ടി എനിക്ക് ഇന്നിടത്തൊരു പ്രശ്നമാണ്, എനിക്കത് വിടുതൽ കിട്ടിയേ ഒക്കത്തുള്ളൂ. അകലെ അത്ഭുതം, അകലെ വിടുതൽ. നിന്റെ മകൻ അകലെ ജീവിച്ചിരിക്കുന്നു. അകലെ നഷ്ടപ്പെട്ട അതിന് യേശുവിൻ്റെ നാമത്തിൽ ജീവൻ വരട്ടെ. പ്രതീക്ഷ പോയ ആ സ്ഥാനത്ത് ജീവൻ വ്യാപരിക്കട്ടെ. മനസ്സുകൊണ്ട് പോലും നാം വിട്ടുപളഞ്ഞ ചിലതിന് മേൽ ജീവൻ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അക്കരെ ഒരു ദൈവപ്രവൃത്തി. എളിയവനും ബലഹീനമായ ദാസൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി ഏറെ കഷ്ടങ്ങൾ സഹിച്ച് ഇവിടെ യോഗത്തിന് വന്നിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തികൾക്ക് വേണ്ടി ആക്കല്ലേ അവർ ആവശ്യപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന ആ സ്ഥലത്തൊരു ദൈവപ്രവൃത്തി ഇപ്പോൾ വെളിപ്പെടട്ടെ.
യേശുവെ നന്ദി, യേശുവെ നന്ദി, യേശുവെ നന്ദി, യേശുവെ നന്ദി. കഫർനഹൂമിൽ അത്ഭുതം ചെയ്ത കർത്താവേ, രാജഭൃത്യൻ്റെ മകനെ ജീവിപ്പിച്ച കർത്താവേ, ഈ മക്കളുടെ പ്രശ്നങ്ങൾ, മരണപ്പെട്ടു പോയ, മൃതമായി പോയ അവരുടെ പ്രശ്നങ്ങൾ ജീവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിഹാരമായി, ജീവനായി വെളിപ്പെടട്ടെ. പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, കമ്പനികളിൽ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ പരിഹാരമായി മാറട്ടെ. ജോലിസ്ഥലങ്ങളിൽ പരിഹാരങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില ടേബിളുകൾ, ചില വ്യക്തികൾ തടഞ്ഞു വെച്ചത് മാറിപ്പോകട്ടെ. വരും ദിവസം തന്നെ അതിൻ്റെ അത്ഭുത വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ കേൾക്കട്ടെ. അതിപ്പോൾ കർത്താവ് ചെയ്തതിനായി സ്തോത്രം. അകലെ 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 അത്ഭുതങ്ങൾ. ദൂരെ ആയിരിക്കുന്ന ചില മക്കൾ, അവരെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയട്ടെ. വയ്ക്കോ, നിന്റെ മകൻ സുഖപ്പെട്ടിരിക്കണം. അകലങ്ങളിൽ വിടുതലുകൾ നടന്നതിനായി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഞങ്ങൾ മനസാക്ഷിയിൽ കർത്താവെ ഇന്നതാണ് വിഷയം എന്ന് പറഞ്ഞ് അതിന് വിടുതൽ തന്നതിന് അഡ്വാൻസായി ദൈവത്തിന് നന്ദി പറഞ്ഞേ. ആ വിഷയം പറഞ്ഞ് ദൈവം ചെയ്തതിനായി വിശ്വസത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഒരു മിനിറ്റ് എല്ലാവരും ആ വിശ്വാസത്തോടെ ആ വിഷയത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവം കൊടുത്ത വിടുതലുകൾക്കായി സ്തോത്രം ചെയ്തേ. സ്തോത്രം, 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 സ്തോത്രം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിൽ. എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് നമ്മുടെ മക്കളോട് ഒരുമിച്ച് ചേർന്ന് പാടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാ കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാ കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുവേ തൻ ഭുജബലത്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുവേ തൻ ഭുജബലത്താ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. പ്രൈസ് ലോർഡ്. സ്തോത്ര. ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് കേൾക്കപ്പെട്ടതായ ദൂതിൻ്റെ സ്തോത്രം, ദൂതിനെ കർത്താവിൻ്റെ കരങ്ങളെ ദൈവത്തിൻ്റെ മനസ്സിലേക്ക് ഏറ്റുകൊണ്ട് ഇതുപോലെ കാലം നമുക്ക് രാത്രികാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ കേട്ടത് എൻ്റെ ജീവിതത്തിൽ അനുഭവമായി വരും ദിവസങ്ങളിൽ മാറുവാൻ സ്വർഗത്തിലെ എനിക്ക് കൃപ തരുമാറാകണമേ. അതിന് പ്രകാരം ദിവസത്തിൽ ആയിരിക്കാനുള്ള ദൈവശക്തി എന്നെ ഓരോ ദിവസം പകർന്നെ നടത്തണമേ എന്ന് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ സംസാരിപ്പാൻ പ്രിയ കർത്താവിനെ ബലപ്പെടുത്തിയല്ലോ. പിന്നെ ബലത്തോട് നിർത്തേണ്ട നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളിലെ ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അനേകർ കിടന്ന് വിടുതൽ പ്രാപിച്ചവരായി, ദൈവം ഏറ്റെടുത്ത് ദൈവത്തെ കണ്ടവരായി ഇവിടുന്ന് മടങ്ങത്തക്ക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനങ്ങളെ പ്രവർത്തിക്കേണ്ടതിന് ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ലാലച്ചൻ മാത്യു മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുകയും പാസ്റ്റർ പ്രിൻസ് തോമസ് അവർ ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇന്ന് രാത്രി കാലം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സ്നേഹവാനും നിത്യനുമായ നിങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്തു കർത്താവേ. ഇടകളായ അടിയകൾ കർത്താവേ, വിവിധമായ ഇടങ്ങളിൽ കൂടി
കർത്താവേ, ഇന്ന് രാത്രികാലം തിരുസന്നിധിയിൽ കർത്താവേ വചനങ്ങളെ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം അടിയങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ബലവും നൽകി തന്നതിനായി സ്തോത്രം. കർത്താവേ, നിർദാസനയിൽ കൂടി കേൾക്കപ്പെട്ട ജീവന്റെ വചനം കർത്താവേ അടിയങ്ങളുടെ ഹൃദയത്തിൽ അത് ഏറ്റെടുത്ത് കർത്താവേ നിത്യ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവേ അഴുക്ക് കൂടാതെ ജീവിക്കുവാൻ സ്വർഗീയ കൃപകൾ കർത്താവേ അവിടുന്ന് നൽകുന്നത് സഹായിക്കണമേ. അടിയങ്ങൾ കടന്നു വന്നപ്പോൾ കർത്താവെ പല ചിന്തകളാൽ പല ഭാരത്താൽ കടന്നു വന്ന് കർത്താവെ സർവഭാരത്തെയും വെടിവെച്ച് കർത്താവെ സമാധാനത്തോടെ അടിയങ്ങൾക്ക് ഭവനത്തിലേക്ക് കടന്നു പോകാൻ കർത്താവിന് സഹായിക്കണം. കർത്താവെ ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം വിവിധമായ രോഗത്താൽ വിവിധമായ വിഷയത്തിലാണ് കർത്താവെ അടികൾ കടന്നു വന്നിട്ടുണ്ട്. കർത്താവെ അവിടുത്തെ ജീവനുള്ള വചനം അടിയുടെ ഹൃദയത്തിലേറ്റപ്പെടുമ്പോൾ കർത്താവെ വിടുതലായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് വചനം ശുശ്രൂഷിക്കുവാനുള്ള കൃപ കർത്താവ് കൊടുത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെ ഏൽപ്പിക്കുന്നു, സഹോദരിമാരെ സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവ്. ഈ ഹോളിനെയും പരിസരത്തെയും ഇതിന്റെ ഭാരവാഹികളെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. മറ്റുള്ള എല്ലാ വിഷയത്തിനുമേലും സ്വർഗത്തിന്റെ ദൈവത്തിന്റെ കരങ്ങൾ നീട്ടിയതിനായി സ്തോത്രം ചെയ്തു കർത്താവ്. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീർക്കുവാൻ കർത്താവ് അവിടുന്ന് പരിശുദ്ധാത്മാന്റെ കൃപയിൽ കർത്താവ് അടികളെ നടത്തിയതിനായി സ്തോത്രം ചെയ്തു കർത്താവ്. നാളെ നടക്കുന്ന മീറ്റിങ്ങിനായി സ്തോത്രം. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണമേ. അനേകർ കർത്താവ് അവിടുന്ന് രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാനും എല്ലാം കർത്താവ് അവിടുന്ന് സഹായിക്കണം. തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു, സഹായിക്കണം. പ്രാർത്ഥന കടന്നതിനായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ വീക്ഷിക്കുന്നു. കൃപയെടുക്കണേ പൊന്നുപിതാവേ. പിതൃപുത്ര പരിശുദ്ധ ആത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ വാഴും അനുഗ്രഹം കൂട്ടായ്മയും നാം ഏവരോടും ഇന്ന് രാത്രി ശുശ്രൂഷയെ പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളോടും അവിടെ മടക്കയാത്രയോടും നാളെ നടക്കുന്ന ശുശ്രൂഷയോടും ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. പ്രൈസ്